ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മനോഹരമായ സന്ധ്യാ സമയം നമുക്കൊന്നിച്ച് ദൈവവചനത്തിന് മുമ്പാകെ ഇങ്ങനായിരിക്കാൻ ദൈവം നൽകിയ സമയത്തിനായും സാഹചര്യത്തിനായും ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. മാറ്റമില്ലാത്ത ദൈവവചനവുമായി ഒരു പ്രാവശ്യം കൂടെ നിങ്ങളുടെ മുമ്പ് നിൽക്കുവാൻ എന്നെ പ്രാർത്ഥനാക്കുന്ന ദൈവത്തിന് ഞാൻ സ്തോത്രവും സ്തുതിയും കരയറ്റുന്നു. ഈ ക്ലാസ്സിൽ സംഗീതരായിരിക്കുന്നവരെ ഓർത്തും ഈ ക്ലാസ് ഓൺലൈനിലൂടെ ശ്രദ്ധിക്കുന്നവരെ ഓർത്തും ഞാൻ ദൈവത്തിന് മഹത്വം കരയറ്റുന്നു. നാം ദാനിയേൽ പ്രവചനത്തിന്റെ 7-ാം അധ്യായത്തിലെ ചില ചിന്തകളാണ് കഴിഞ്ഞ ആഴ്ചയിൽ തുടങ്ങി വെച്ചത്. ദൈവം രാഷ്ട്രങ്ങളെ നിയന്ത്രിക്കുന്നു, ഭരണാധികാരികളെ ദൈവം നിയന്ത്രിക്കുന്നു. ദൈവത്തിന്റെ ഹിതപ്രകാരം ഭരണാധികളെ മാറ്റുന്നു, പുതിയ ഭരണാധികളെ വാഴിക്കുന്നു. അങ്ങനെ ദൈവത്തിന്റെ ഇടപെടൽ ലോക സാമ്രാജ്യങ്ങളുടെ മേൽ അല്ലെങ്കിൽ വാഴ്ചകളുടെ മേലുള്ളത് നാം ചിന്തിച്ചു വരികയാണ്. ദൈവപുരുഷനായ ദാനിയേലിന് ദൈവം അങ്ങനെയുള്ള മനോഹരമായ ദർശനം കാണിച്ചു കൊടുത്തു. അതിന്റെ ആരംഭം ദാനിയേൽ പ്രവചനം 2-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടു. നെബൂഖദ്നേസർ രാജാവ് കണ്ടതായ ബിംബത്തോടുള്ള ബന്ധത്തിൽ അവന്റെ വാഴ്ചയുടെ പ്രതാപത്തിൽ അവൻ നിൽക്കുമ്പോൾ നെബൂഖദ്നേസറിനോട് ദൈവം പറയുകയാണ്, അല്ലെങ്കിൽ കാണിച്ചു കൊടുക്കുകയാണ്, ഈ സാമ്രാജ്യങ്ങളൊന്നും ശാശ്വതമല്ല, ഇതിനൊക്കെ അന്തമുണ്ടാകും. ഇതിനെല്ലാം അന്തമുണ്ടായിട്ട് സാമ്രാജ്യങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി മാറി മാറി നിലനിൽക്കുന്ന ഒരു സാമ്രാജ്യം അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ ഭരണം വാഴ്ച ഭൂമിയിൽ ഉണ്ടാകുന്നതും അതിന്റെ മുമ്പ് നടക്കേണ്ട സംഭവങ്ങളുടെ പരമ്പര രാജാവിന്റെ മുമ്പിൽ സ്വപ്നം പോലെ ദർശനം പോലെ കാണിച്ചു കൊടുക്കുന്നത് നാം കാണുകയുണ്ടായി. എന്നാൽ 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ദാനിയേൽ തന്നെയാണ് സ്വപ്നം കാണുന്നത്, മറ്റേത് രാജാവ് കണ്ട സ്വപ്നമാണ്. 7-ാം അധ്യായത്തിലെ സ്വപ്നവും 8-ാം അധ്യായത്തിൽ വരുമ്പോൾ വീണ്ടും സ്വപ്നങ്ങൾ ദാനിയേൽ കാണുകയാണ്. ഞാൻ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ ഓർപ്പിച്ചതുപോലെ 8-ാം അധ്യായം മുതൽ ദാനിയേൽ പ്രവചനം എബ്രായ ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത്. 1-ാം അധ്യായം 2-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 3 വാക്യങ്ങൾ എബ്രായ ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത്. എന്നാൽ അതിനുശേഷം 2-ാം അധ്യായം 4-ാം വാക്യം മുതലുള്ളതായ ദാനിയേൽ പ്രവചനത്തിന്റെ എഴുത്ത് കൽദയർ എന്ന് അവരുടെ പ്രചാരത്തിലിരുന്ന അരാമ്യ ഭാഷയിലാണ്. അപ്പോൾ എന്തുകൊണ്ട് ഇതിനിടയിൽ ഈ ഭാഷാപരമായ വിഷയത്തിന് മാറ്റം വന്നു എന്നുള്ളത്, അല്ലെങ്കിൽ ദാനിയേൽ പ്രവചനം ഒരു ഭാഷയിൽ ആരംഭിച്ചു, വീണ്ടും മറ്റൊരു ഭാഷയിലേക്ക് എബ്രായ ഭാഷയിൽ ആരംഭിച്ചു, അടുത്തത് അരാമ്യ ഭാഷയിലേക്ക് മാറി, വീണ്ടും 8-ാം അധ്യായത്തിൽ വരുമ്പോൾ വീണ്ടും എബ്രായ ഭാഷയിലേക്ക് ഇതിന്റെ എഴുത്ത് മടങ്ങി വരികയാണ്. എഴുത്തുകാരൻ ഒരാൾ തന്നെയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇതിനിടയിലെ ഭാഷാപരമായ മാറ്റം എന്നുള്ളത് വേദ പണ്ഡിതന്മാരുടെ ഇടയിലെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. എന്തുകൊണ്ട് ഒരു പുസ്തകത്തിന്റെ ഇടയിൽ ഇതിന്റെ ലാംഗ്വേജ് മാറുന്നത് എന്താണ്? ദൈവത്തിന് എല്ലാറ്റിനും വ്യക്തമായ പദ്ധതിയുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. ഒന്നും യാദൃച്ഛമായി സംഭവിക്കുന്നില്ല, ഒരു കാര്യം യാദൃച്ഛമായി സംഭവിക്കുന്നില്ല. ലോകത്തിന്റെ ഗതിവിഗതികൾ, ചരിത്രം, ഇതെല്ലാം നിയന്ത്രിക്കുന്നത്, നിശ്ചയിക്കുന്നത് ദൈവമാണ്. അങ്ങനെ വരുമ്പോൾ ഈ ഭാഷാപരമായ മാറ്റത്തിനും ഒരു ദൈവത്തിന്റെ പദ്ധതി ഉണ്ട് എന്ന് നാം മനസ്സിലാക്കണം. അതെന്താണെന്ന് ചോദിച്ചാൽ 7-ാം അധ്യായം വരെയുള്ള വിഷയം എന്ന് പറയുന്നത് 2-ാം അധ്യായത്തിൽ നെബൂഖദ്നേസർ ദർശനം കാണുന്നത് മുതൽ 7-ാം അധ്യായം വരെയുള്ള വിഷയങ്ങൾ എന്ന് പറയുന്നത് ജാതീയ ലോകത്തോട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ജാതീയ സാമ്രാജ്യങ്ങൾ, ജാതീയ വാഴ്ചകൾ, അധികാരങ്ങൾ, അല്ലെങ്കിൽ ജാതീയ ഭരണകൂടങ്ങൾ, ലോകത്തിൽ മാറി മാറി വരുന്ന ഭരണാധികാരികൾ, അവരുടെ രാജ്യങ്ങൾ, അവരുടെ സാമ്രാജ്യങ്ങൾ, അങ്ങനെ ജാതീയ ലോകത്തെക്കുറിച്ചുള്ളതായ വിഷയങ്ങളാണ് ഈ അരാമ്യ ഭാഷയിൽ പ്രതിപാദിക്കുന്ന ഭാഗത്ത് നാം കാണുന്നത്. എന്നാൽ 8-ാം അധ്യായം മുതലുള്ളതായ ദാനിയേൽ പ്രവചനം അവസാനിക്കുന്നത് പോലെയും എബ്രായ ഭാഷയിലാണ് ഇത് എഴുതിയിരിക്കുന്നത്, ഹീബ്രു ഭാഷ. എന്തുകൊണ്ട് എബ്രായ ഭാഷയിൽ ഇത് എഴുതിയെന്ന് ചോദിച്ചാൽ, ഇത് ദൈവം തന്റെ ജനമായ ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ, അല്ലെങ്കിൽ യഹൂദനോടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ കാര്യപരിപാടിയുടെ ചിത്രമാണ് നാം തുടർന്നുള്ള ഭാഗങ്ങളിൽ കാണുന്നത്. അപ്പോൾ ദൈവത്തിന്റെ കാര്യപരിപാടി എന്ന് പറയുന്നത് യഹൂദനാണ് പ്രധാന വിഷയം. എന്നാൽ പുതിയ നിയമത്തിലേക്ക് നാം വരുമ്പോൾ സഭ എന്ന് പറയുന്ന വിഷയങ്ങൾ അവിടെ കയറി വരും, അല്ലെങ്കിൽ അത് ദൈവത്തിന്റെ പ്ലാനിൽ വരികയാണ്. യഹൂദൻ പരാജയപ്പെട്ടപ്പോൾ യഹൂദനെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതിയിൽ അതനുസരിച്ച് യഹൂദൻ പോകാഞ്ഞപ്പോൾ കർത്താവായ യേശുക്രിസ്തു ഞാൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവർ എന്നെ കൈക്കൊണ്ടില്ല എന്ന് കർത്താവ് പറയുന്നത് പോലെ, ഇപ്പോൾ സഭ എന്ന് പറയുന്ന അനാദികാലം മുതൽ ദൈവത്തിന്റെ തിരുഹൃദയത്തിൽ മറഞ്ഞിരുന്ന മർമ്മമാകുന്ന സഭ എന്ന് പറയുന്നത് നാം പുതിയ നിയമത്തിൽ കാണുന്നു. അപ്പോൾ സഭയോടുള്ള ബന്ധത്തിൽ ഉള്ള വിഷയങ്ങൾ വെളിപ്പാട് പുസ്തകത്തിൽ നാം കാണുന്നുണ്ട്. അതിന്റെ സൂചനയും നമുക്ക് ഈ ദാനിയേൽ പ്രവചനത്തിൽ അല്പമായിട്ടുണ്ട്. എന്നാൽ വെളിപ്പാട് ദാനിയേൽ പ്രവചനത്തിന്റെ ഈ 8-ാം അധ്യായത്തിലേക്കൊക്കെ വരുമ്പോൾ ലോകത്തിൽ സംഭവിക്കാനിരിക്കുന്ന വിഷയങ്ങൾ, പ്രത്യേകിച്ച് യഹൂദനോടുള്ള ബന്ധത്തിൽ, യഹൂദന്റെ പ്രവാസം അവസാനിച്ച് അവൻ മടങ്ങിപ്പോയി കഴിയുന്നതും
അവന്റെ ദേവാലയം പണിയുന്നതും ആ ദേവാലയത്തിൽ പിന്നീട് ദുഷ്ട ഭരണാധികാരികൾ ആ ദേവാലയത്തെ നശിപ്പിക്കുന്നതും അതിനെ മലിനമാക്കുന്നതും അതിനുശേഷമായിട്ട് ആഴ്ചവട്ടങ്ങളുടെ വിഷയവും വയോധികനായവൻ അല്ലെങ്കിൽ ദൈവത്തിന്റെ ന്യായവിധിയും യേശുക്രിസ്തുവിന്റെ സംഭാഷണവും ഇങ്ങനെയുള്ളതായ നിരവധി വിഷയങ്ങൾ ഈ 8 മുതലുള്ളതായ അധ്യായങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. നമ്മൾ ഓർക്കണം, ദൈവം കാണിച്ചു കൊടുക്കുന്ന പദ്ധതികൾ അല്ലെങ്കിൽ ദൈവത്തിന്റെ ഈ ഭാവിയിൽ നടക്കേണ്ടതായ വിഷയങ്ങളായിട്ട് ദാനിയേലിനെ കാണിച്ചു കൊടുക്കുമ്പോൾ എത്ര വ്യക്തമായിട്ടാണ് ഓരോരോ കാര്യങ്ങൾ നടക്കുന്നതെന്ന് നിങ്ങൾ ഓർക്കണം. അപ്പോൾ പ്രതീകാത്മകമായിട്ട് അല്ലെങ്കിൽ അടയാളങ്ങളായിട്ട് ചില കാര്യങ്ങൾ കാണുന്നതാണ് നാം കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ചു വന്നത്. ഞാൻ ഈ ഭാഗം 7-ാം അധ്യായത്തിലാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ക്ലാസ് നിർത്തിയത്. എന്നാൽ ഇന്ന് 8-ാം അധ്യായത്തിന്റെ ആരംഭ ഭാഗം ചിന്തിക്കാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നു. കാരണം 8-ാം അധ്യായം ചിന്തിക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ 8-ാം അധ്യായത്തിന്റെ ആരംഭത്തിൽ ദാനിയേൽ വീണ്ടും ഈ ദർശനം തന്നെ കാണുന്നു. ഈ സാമ്രാജ്യങ്ങളെ കുറിച്ചുള്ള ദർശനം വീണ്ടും ദാനിയേൽ കാണുകയാണ്. അപ്പോൾ ഇതിന് ശേഷം നമുക്ക് സാത്താന്യ ആധിപത്യത്തെ കുറിച്ചുള്ള സൂചനയുണ്ട്, വയോധികനായ ന്യായവിസ്താര സഭയെ കുറിച്ചുള്ളതുണ്ട്, ക്രിസ്തുവിന്റെ സാമ്രാജ്യത്തെ കുറിച്ചുള്ളതുണ്ട്. ഇതെല്ലാം വരുന്നതിന് മുമ്പ് ഈ സാമ്രാജ്യങ്ങളുടെ ഭാഗം അങ്ങ് കവർ ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ 8-ാം അധ്യായത്തിലേക്ക്, അപ്പോൾ 7-ാം അധ്യായത്തിൽ ബെൽഷസർ രാജാവിന്റെ വാഴ്ചയുടെ 1-ാം ആണ്ടിലാണ് ആ ദർശനം കാണുന്നത്. ദാനിയേൽ ദർശനം കാണുന്നത് ഈ ബെൽഷസറിന്റെ ഭരണത്തിന്റെ 1-ാമത്തെ ആണ്ട്. 8-ാം അധ്യായത്തിൽ വരുമ്പോൾ ആ ദർശനം അല്ലെങ്കിൽ ബെൽഷസറിന്റെ വാഴ്ചയുടെ 1-ാം ആണ്ടിൽ ദാനിയേൽ കണ്ടതായ ദർശനം എന്ന് പറയുന്നത് അതിനേക്കാൾ അല്പം കൂടെ വ്യക്തമായും കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അടുത്ത അധ്യായത്തിൽ കാണുകയാണ്. 2 വർഷത്തെ ഗ്യാപ്പുണ്ട്. ബെൽഷസറിന്റെ ഭരണത്തിന്റെ 3-ാം ആണ്ടിലാണ് ദാനിയേൽ 8-ാം അധ്യായത്തിലെ ദർശനം കാണുന്നത്. ബെൽഷസറിന്റെ വാഴ്ചയുടെ 3-ാം ആണ്ട്. ഒരു വിധത്തിൽ പറഞ്ഞാൽ നിങ്ങളൊരു കാര്യം ഓർക്കണം, ദാനിയേൽ പ്രവചനം 5-ാം അധ്യായത്തിൽ ബെൽഷസർ രാജാവ് വിരുന്ന് കഴിച്ചതും യെരുശലേമിൽ നിന്ന് കൊണ്ടുവന്നായ ദേവാലയത്തിലെ പാത്രങ്ങളിൽ വീഞ്ഞു കുടിച്ചതും ആ സമയത്ത് ഭിത്തിമേലുണ്ടായതായ എഴുത്തും ന്യായവിധിയും നാം നേരത്തെ ചിന്തിക്കുകയുണ്ടായി. അപ്പോൾ ആ സംഭവം നടക്കുന്നതിന് മുമ്പ് ഈ ദർശനം കാണുകയാണ്. ബെൽഷസർ രാജാവിന്റെ വാഴ്ചയുടെ അവസാന സമയമാണ് അല്ലെങ്കിൽ അവസാന വർഷമാണ് ഈ ദർശനം. ഈ 3-ാം വർഷത്തിൽ കാണുന്ന ദർശനം എന്ന് പറയും. അപ്പോൾ ഈ ദർശനം കാണുമ്പോൾ ദാനിയേലിന് അതായത് ഈ സംഭവം നടക്കുന്നത് ബെൽഷസറിന്റെ 3-ാം വർഷം എന്ന് പറയുന്നത് BC 551 ചരിത്രകാരന്മാരുടെ കണക്കനുസരിച്ച് BC 551. അപ്പോൾ ഈ 8-ാം അധ്യായത്തിന്റെ ആരംഭത്തിലേക്ക് നമുക്ക് വരാം. ആ വാക്യങ്ങൾ, ആദ്യത്തെ 2 വാക്യങ്ങൾ വായിക്കാം. 8-ന്റെ 1-ഉം 2-ഉം വാക്യങ്ങൾ. ദാനിയേൽ എന്ന എനിക്ക് ആദിയിലുണ്ടായതിനു ശേഷം ബെൽഷസർ രാജാവിന്റെ വാഴ്ചയുടെ 3-ാം ആണ്ടിൽ ഒരു ദർശനമുണ്ടായി. ഞാനൊരു ദർശനം കണ്ടു. 7-ാം സംസ്ഥാനത്തിലെ ശൂഷൻ രാജധാനിയിലായിരുന്നപ്പോൾ അത് കണ്ടു. ഞാൻ ഊലായ നദീതീരത്ത് നിൽക്കുന്നതായി ദർശനത്തിൽ കണ്ടു. മതി. ഇവിടെ ക്ലിയർ ചെയ്യേണ്ടതായ 1-2 വിഷയങ്ങളുണ്ട്. 1-ാം വാക്യം വളരെ സിമ്പിൾ ആണ്. ദാനിയേൽ എന്ന എനിക്ക് ആദിയിലുണ്ടായതിനു ശേഷം ബെൽഷസറിന്റെ വാഴ്ചയുടെ 3-ാം ആണ്ടിൽ ഒരു ദർശനമുണ്ടായി. അപ്പോൾ 1-ാമത്തെ ദർശനം ഉണ്ടായതിനു ശേഷം അല്ലെങ്കിൽ 7-ാം അധ്യായത്തിലെ ദർശനം വാഴ്ചയുടെ 1-ാം ആണ്ടിലാണ്. അതിനുശേഷം 2 വർഷം കൂടെ കഴിഞ്ഞു. അപ്പോൾ വീണ്ടും ദാനിയേലിന് ഒരു ദർശനമുണ്ടായി. ഈ ദർശനം ഉണ്ടായത് എവിടെ വെച്ചാണെന്നും ഏത് സാഹചര്യത്തിലാണെന്നും ദാനിയേൽ ഓർക്കുന്നു. ഇത് ദാനിയേൽ ആദ്യത്തെ 7-ാം അധ്യായത്തിലെ ദർശനം കണ്ട അവസ്ഥയേക്കാൾ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് ഓർമ്മ ദാനിയേലിൽ നിൽക്കുന്നുണ്ട്. നിങ്ങൾ നോക്കിയാൽ അതിന്റെ 2-ാം വാക്യത്തിൽ ഞാൻ ഒരു ദർശനം കണ്ടു, ഏലാം സംസ്ഥാനത്തിലെ ശൂഷൻ രാജധാനിയിലായിരുന്നപ്പോൾ അത് കണ്ടു. അപ്പോൾ ദാനിയേൽ ഇപ്പോൾ എവിടെയാണ്? ഏലാം സംസ്ഥാനത്തിലെ ശൂഷൻ രാജധാനിയിലാണ്. അപ്പോൾ ഈ ഏലാം സംസ്ഥാനത്തിലെ ശൂഷൻ രാജധാനി എന്ന് പറയുമ്പോൾ ഈ പറയപ്പെടുന്ന സ്ഥലം ബാബിലോണിൽ നിന്നും 200 മൈൽ അകലമാണ് ഈ ഏലാം സംസ്ഥാനം എന്ന് പറയുന്നത്. നമുക്കിവിടെ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ഈ എഴുതിയതുപോലെ തന്നെ അല്ലെങ്കിൽ അക്ഷരാർത്ഥത്തിൽ ദാനിയേൽ ഇപ്പോൾ ഏലാം സംസ്ഥാനത്തിലെ ശൂഷൻ രാജധാനിയിലാണെന്ന് ചിന്തിച്ചാൽ സംഗതി തെറ്റും എന്ന് പറയാൻ കാരണം, നിങ്ങൾ ഓർക്കണം, ഇപ്പോൾ ഈ ദർശനം കാണുമ്പോഴും ഏത് സാമ്രാജ്യം നിലവിലുണ്ട്? ബാബിലോൺ സാമ്രാജ്യം നിലവിലുണ്ട്. ബെൽഷസർ രാജാവിന്റെ വാഴ്ചയുടെ 3-ാമത്തെ ആണ്ടിലാണ് ഈ സംഭവം.
ഏലാം സംസ്ഥാനം എന്ന് പറയുന്നത് ഒരു പൗരാണിക പട്ടണമാണ്. പൗരാണിക പട്ടണം എന്ന് പറഞ്ഞാൽ രാജാക്കന്മാർ, പ്രത്യേകിച്ച് പേർഷ്യൻ രാജാക്കന്മാരുടെ കാലം, അതായത് മേദ്യരുടെയും പാർസികളുടെയും സാമ്രാജ്യം വരുമ്പോഴും അവരും തിരഞ്ഞെടുത്ത അല്ലെങ്കിൽ അവർ പ്രത്യേക പ്രാധാന്യം കൊടുത്ത ഒരു പട്ടണമാണ് ഏലാം സംസ്ഥാനം, അല്ലെങ്കിൽ ശൂഷൻ എന്ന് പറയുന്ന ആ സ്ഥലം. സൂസ എന്നാണ് അതിന് പറയുന്നത്, സൂസ. അപ്പോൾ അവിടെയാണ് എസ്രായുടെ പുസ്തകത്തിലും അതുപോലെ തന്നെ എസ്തേറിന്റെ പുസ്തകത്തിലെ 1-ാം അധ്യായത്തിൽ ശൂഷൻ രാജധാനി വരുന്നു. ശൂഷൻ രാജധാനി ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പട്ടണമാണ്. ഞാൻ ഈ പറഞ്ഞു വരുന്നതിന്റെ താല്പര്യം, ഒരു കാലഘട്ടത്തിലും ബാബിലോൺ ഈ സ്ഥലം കൈവശപ്പെടുത്തിയിരുന്നില്ല. ഒരു കാലഘട്ടത്തിൽ ഈ ബാബിലോണിൽ നിന്നും 200 മൈൽ ദൂരത്തിലാണ് ഈ സ്ഥലം കിടക്കുന്നത്. അതിൻ്റെതായ പ്രതാപത്തിൽ കഴിഞ്ഞതായ ഒരു സ്ഥലമാണ് ഈ സൂസ അല്ലെങ്കിൽ ശൂഷന എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഈ രാജധാനി പറയുന്ന സ്ഥലം. അപ്പോൾ ബെൽഷസർ ഭരിക്കുന്നു. ബാബിലോൺ സാമ്രാജ്യം നിലവിലുണ്ട്. ബാബിലോൺ സാമ്രാജ്യം നിലവിലിരിക്കുമ്പോൾ ഈ ദാനിയേൽ ശൂഷൻ രാജധാനിയിൽ ഇരിക്കുന്നതായിട്ട് ദർശനങ്ങളുണ്ട്. അപ്പോൾ ഓർക്കണം, അക്ഷരാർത്ഥത്തിൽ ദാനിയേൽ എവിടെയല്ല? ശൂഷൻ രാജധാനിയിലല്ല. ഞാനതിന് തെളിവ് തരാം. അക്ഷരാർത്ഥത്തിൽ ദാനിയേൽ ശൂഷൻ രാജധാനിയിലാകാൻ യാതൊരു കാരണവുമില്ല. കാരണം ശൂഷൻ രാജധാനി എന്ന ബാബിലോണുമായി ബന്ധമില്ല. ദാനിയേൽ ഇരിക്കുന്നത് ബാബിലോണിലാണ്. ബെൽഷസറാണ് ഭരിക്കുന്നത്. അപ്പോൾ എങ്ങനെ ശൂഷൻ രാജധാനിയിലെത്തി? ഊലായി നദിയുടെ തീരത്ത് വരെ സംഭവം. ഊലായി നദി എല്ലാം ഉണ്ടായിരുന്നു, അതിലേക്ക് വരാം. അപ്പോൾ എങ്ങനെ ഇത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ, ദൈവം ദർശനങ്ങൾ കാണിച്ചു കൊടുക്കുമ്പോൾ, ദൈവം പ്രവാചകന്മാരെ അഭിഷേകം ചെയ്ത് ദൈവിക ദർശനങ്ങൾ കാണിച്ചു കൊടുക്കുമ്പോൾ അവരെ ഇരിക്കുന്ന പ്രതലത്തിൽ നിന്നും ഉയർത്തി വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി നിർത്തി അവിടെ നിർത്തി കാര്യങ്ങൾ കാണിച്ചു കൊടുക്കാറുണ്ട്. നമുക്കതിന് തെളിവ് പറയാം. യെഹെസ്കേലിന്റെ പുസ്തകത്തിലേക്ക് വരാം. യെഹെസ്കേലിന്റെ പുസ്തകത്തില് 8-ാം അധ്യായം 3-ാം വാക്യം വായിക്കും. യെഹെസ്കേൽ 8:3. എടുത്തൊരു വായിച്ചു. യെഹെസ്കേൽ അപ്പോൾ അവിടെ ആ പറഞ്ഞേക്കുന്നത് എന്താണ്? എന്നെ എന്ത് ചെയ്തു? എന്നെ കൈ പിടിച്ചെന്ത് ചെയ്തു? ഉയർത്തി. ഉയർത്തി എവിടെ കൊണ്ടുപോയി? ആകാശത്തിനും ഭൂമിക്കും ഇടയിൽ എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ നിന്നും പൊക്കി, ഭൂമിയിൽ നിന്നും ഉയർത്തി നിർത്തി. എന്നിട്ട് എന്നാ പറഞ്ഞു? ദിവ്യ ദർശനങ്ങളെ കാണിച്ചു. യെഹെസ്കേൽ, നിങ്ങൾ ആ ഭാഗം ഇനി തുറന്ന് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. യെഹെസ്കേലിനെ ഇസ്രായേലിന്റെ ഉള്ള അവസ്ഥ കാണിച്ചു കൊടുക്കണം ദൈവം. യെരുശലേമിൽ എന്താണ് നടക്കുന്നത്? യെഹെസ്കേൽ ഇരിക്കുന്നിടത്ത് ഇരുന്ന് നോക്കിയാൽ, തന്റെ മാനുഷികമായ കണ്ണുകൊണ്ട് നോക്കിയാൽ തന്റെ കാഴ്ചയ്ക്ക് ഒരു പരിമിതിയുണ്ട്, ഒരു ഏറിയയെ കാണാനൊക്കെ. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് യെഹെസ്കേലിൽ വന്നു. യെഹെസ്കേലിനെ ദൈവം ഉയർത്തിയിട്ട് ആകാശത്തോനും ഭൂമിക്കും മധ്യത്തിൽ ഉയർത്തി നിർത്തി. അപ്പോൾ യെരുശലേമിനെ കുറിച്ച് വ്യക്തമായി കാണത്തക്കവണ്ണം ഉയർത്തി നിർത്തി. എന്നുവെച്ച് പറഞ്ഞു, നീ നോക്കിക്കോളാൻ പറഞ്ഞു, ഇന്ന കാര്യങ്ങൾ നീ കണ്ടോളാൻ പറഞ്ഞു. ഇതാണ് ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. യഹൂദൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പാപങ്ങൾ, യഹൂദന്റെ ജീവിത ശൈലി, യഹൂദൻ ദൈവത്തെ മറഞ്ഞ് അല്ലെങ്കിൽ ദൈവം കാണുന്നില്ല എന്നുള്ള ചിന്തയിൽ യഹൂദൻ കാട്ടിക്കൂട്ടുന്ന വൃത്തികേടുകൾ, ആരാധനാ സ്ഥലത്തോടുള്ള ബന്ധത്തിൽ, പ്രാകാരത്തോടുള്ള ബന്ധത്തിൽ, കൂടാരത്തോടുള്ള ബന്ധത്തിൽ, അവരുടെ ദേവാലയത്തോടുള്ള ബന്ധത്തിൽ പുരോഹിതന്മാർ ഉൾപ്പെടെയുള്ളവർ കാണിക്കുന്ന മ്ലേച്ഛത, അതിന്റെ വ്യക്തമായ ദർശനം കാണിക്കുന്നതിന് വേണ്ടി യെഹെസ്കേലിനെ ദൈവം ഉയർത്തി. ഇനി വീണ്ടും നമുക്ക് കാണാം, അവിടെ കൊണ്ട് നിന്നില്ല. അതിനുശേഷമായിട്ട് 40-ാം അധ്യായം 2-3 വാക്യങ്ങൾ വായിച്ചു. 40-ന്റെ 2-3 യെഹെസ്കേൽ തന്നെ. മതി. അപ്പോൾ അവിടെ ദിവ്യ ദർശനത്തിൽ ആളിനെ എവിടെ കൊണ്ടുപോയി? ഇസ്രായേൽ ദേശത്ത് കൊണ്ടുപോയി. ഇസ്രായേൽ ദേശത്ത് കൊണ്ടുവന്നിട്ട് ഏറ്റവും ഉയരമുള്ള പർവ്വതത്തിൽ കൊണ്ടുപോയി. അപ്പോൾ ഇത് അക്ഷരികമായി ഇയാളിന്റെ ബോഡി അവിടെ എത്തിയിട്ടില്ല, ദർശനമേ ഉള്ളൂ. അപ്പോൾ ദർശനത്തിൽ ആളിനെ ഇരിക്കുന്ന തലത്തിൽ നിന്ന് ദൈവം എന്ത് ചെയ്യുക? ഉയർത്തിക്കൊണ്ടു പോവുകയാണ്. ഇങ്ങനെ വേറെ ഉദാഹരണങ്ങളുണ്ടോ? നമുക്ക് പുതിയ നിയമത്തിലേക്ക് വരാം. വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ 17-ാം അധ്യായം 3-ാം വാക്യം വായിക്കും. വെളിപ്പാട് 17:3.
അവൻ എന്നെ ആത്മാവിൽ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ യോഹന്നാൻ ഇരിക്കുന്നത് പത്മോസിലാണ്. പത്മോസിൽ വെച്ചാണല്ലോ ദർശനം കാണും, വെളിപ്പാട് കാണും. വെളിപ്പാടുകാരനായ യോഹന്നാൻ പത്മോസിൽ ഇരിക്കുമ്പോൾ ആത്മാവ് എന്ത് ചെയ്തു? എന്നെ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി. 21 വാക്യത്തിൽ ഒന്ന് വായിച്ച് നമുക്ക് ആ ഭാഗം വിടാം. 21-ന്റെ 10-ാം വാക്യം. വെളിപ്പാട് 21-ന്റെ 10. അവൻ എന്നെ ആത്മവ്യവശതയിൽ ഉയർന്ന ഒരു വൻ മലയിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ ആത്മവ്യവശതയിൽ മലയിലേക്ക് കൊണ്ടുപോയി, ആത്മവ്യവശതയിൽ ആത്മാവിൽ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി, ആത്മാവിൽ ഭൂമിക്കും ആകാശത്തിനും ഇടയിൽ പൊക്കി നിർത്തി. ഇതെല്ലാം ദൈവിക പദ്ധതികളാണ്. അപ്പോൾ ദാനിയേൽ ബാബിലോണിലാണ് ഇരിക്കുന്നത്. പക്ഷെങ്കിൽ ദാനിയേലിനെ ബാബിലോണിൽ നിന്നും എവിടേക്ക് കൊണ്ടുപോയി? ശൂഷൻ രാജധാനിയിലേക്ക് കൊണ്ടുപോയി. ദൈവം ഈ കാണിച്ചു കൊടുക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ബാബിലോൺ ഇപ്പോൾ നിലവിലിരിക്കുന്ന സാമ്രാജ്യം അവസാനിക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ ബാബിലോണിന്റെ പ്രതാപം തീരാൻ പോവുകയാണ്, ബെൽഷസറിന്റെ അന്ത്യമാകാൻ പോവുകയാണ്. അതിനുശേഷം മറ്റൊരു സാമ്രാജ്യം വരുന്നുണ്ട്. ആ കാഴ്ചപ്പാട് ആർക്ക് ഇതിന് ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു. 7-ാം അധ്യായത്തിൽ ഓൾറെഡി എന്ത് ചെയ്തു? ദാനിയേലിനെ കാഴ്ച കിട്ടി. നമ്മൾ കണ്ടതാണല്ലോ ഒരു കരടി എന്ന് പറയുന്ന നമ്മളെ ജനതയിലേക്ക് വരാം. അവിടെ ആ കാണുന്ന കരടിയുടെ ചിഹ്നം, അവിടെ ഈ കരടിയുടെ ഇത് കാണിച്ചപ്പോൾ വേറൊരു സാമ്രാജ്യം വരികയാണ്. ബാബിലോൺ സാമ്രാജ്യത്തിന്റെ സ്ഥാനത്തേക്ക് വേറൊരു സാമ്രാജ്യം വരികയാണ്. ഒരു കാര്യം ഓർക്കണം, മേദ്യരുടെയും പാർസികളുടെയും സാമ്രാജ്യം വന്നു കഴിഞ്ഞപ്പോൾ അവരുടെ പ്രധാനപ്പെട്ട ഒരു പട്ടണമായിരുന്നു ഏത്? ശൂഷൻ രാജധാനി. പാർസികൾ അല്ലെങ്കിൽ പേർഷ്യൻ രാജാക്കന്മാരുടെ പ്രധാനപ്പെട്ട കൊട്ടാരമായിരുന്നു ഏത്? ശൂഷൻ രാജധാനി. നിങ്ങൾ അഹശ്വരേഷ് രാജാവിന്റെയും മറ്റുമൊക്കെ ചരിത്രമായി കോരേശ അഹശ്വരേഷ് രാജാക്കന്മാരുടെയൊക്കെ ചരിത്രം, എസ്ര, എസ്തർ തുടങ്ങിയ പുസ്തകങ്ങളിൽ വായിക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ദൈവത്തിന്റെ പദ്ധതി എന്താണെന്ന് ചോദിച്ചാൽ, വരുവാൻ പോകുന്ന കൊട്ടാരം ദാനിയേലെ നീ അടുത്ത് കാണാൻ പോകുന്നത് മേദ്യരുടെയും പാർസികളുടെയും ഭരണം തുടങ്ങിക്കഴിയുമ്പോൾ, ഈ കാണുന്ന ബെൽഷസറും അല്ലെങ്കിൽ ബെൽഷസറിന് നീക്കം വന്നു കഴിയുമ്പോൾ, ബാബിലോൺ പട്ടണം തകർന്നു കഴിയുമ്പോൾ കാണാൻ പോകുന്ന അല്ലെങ്കിൽ കൊട്ടാരം മാറ്റി സ്ഥാപിക്കാൻ പോകുന്ന സ്ഥലം ഈ പറയപ്പെടുന്ന ശൂഷൻ രാജധാനിയിലേക്കാണ്. അത് ദർശനത്തിലൂടെ ആരെ കാണിക്കുകയാണ്? ദാനിയേലിനെ കാണിക്കുകയാണ്. അപ്പോൾ നടക്കുവാൻ പോകുന്ന അല്ലെങ്കിൽ അടുത്ത് നടക്കുവാൻ പോകുന്ന ഒരു തലസ്ഥാന നഗരി മാറാൻ പോവുകയാണ്. ബാബിലോൺ എന്ന് പറയുന്ന അല്ലെങ്കിൽ ബാബേൽ സാമ്രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട പട്ടണമായിരുന്ന ബാബിലോൺ നഗരത്തിന്റെ ക്ഷതം സംഭവിക്കുന്ന അല്ലെങ്കിൽ നാശം സംഭവിക്കുന്നു. അടുത്ത സാമ്രാജ്യം നിലവിൽ വരുന്ന മേദ്യരുടെയും പാർസികളുടെയും. ആ സാമ്രാജ്യത്തിലെ പ്രധാനപ്പെട്ട പട്ടണം ബാബിലോൺ അല്ല. അവരെ കീഴ്പ്പെടുത്തി അവിടെ പഴയ പ്രതാപമൊക്കെ ഉണ്ടെങ്കിലും പേർഷ്യൻ രാജാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രധാനപ്പെട്ട കൊട്ടാരം എന്ന് പറയുന്നത് ഈ ശൂഷൻ രാജധാനിയായിട്ട് മാറുകയാണ്. പിന്നീട് അവിടെയാണ് പ്രധാനപ്പെട്ട ഒരുപാട് ഡിസിഷൻസ് എടുത്ത സ്ഥലമാണ്. ഇസ്രായേലിന്റെ മടങ്ങിപ്പോക്കിനോടുള്ള ബന്ധത്തിൽ, പ്രവാസത്തിൽ നിന്നും ഇസ്രായേൽ മടങ്ങിപ്പോകുന്നതിനുള്ള ബന്ധത്തിൽ, അവർ ദൈവാലയം പണിയുന്നതിനുള്ള ബന്ധത്തിൽ, ആലയത്തിന്റെ ക്രമീകരണങ്ങൾ ചെയ്യുന്നതിനുള്ള ബന്ധത്തിൽ, അതുപോലെ തന്നെ നെബൂഖദ്നേസർ രാജാവും മോഷ്ടിച്ചു എടുത്തുകൊണ്ടുവന്നതായ ദേവാലയത്തിലെ പാത്രങ്ങൾ, ആ പാത്രങ്ങളിൽ ബെൽഷസറിന്റെ കാലമായപ്പോൾ എന്ത് ചെയ്തു? വീഞ്ഞു കുടിച്ചു, മലിനമാക്കി. ആ പാത്രങ്ങളെ കോരേശ് എന്ത് ചെയ്തു? പിൽക്കാലത്ത് മടക്കി കൊടുത്തയച്ചു, തിരിച്ച് ദൈവാലയത്തിലേക്ക് കൊണ്ടുപോയി വെക്കാനായിട്ട്. ഇങ്ങനെയുള്ളതായ സുപ്രധാനമായ ഒരുപാട് ദൈവികമായ തീരുമാനങ്ങൾ എടുക്കപ്പെട്ട സ്ഥലമാണ് ഏത്? ശൂഷൻ രാജധാനി. അപ്പോൾ ഇത് അക്ഷരാർത്ഥം ഞാൻ ഈ പറഞ്ഞതിന്റെ എല്ലാ താല്പര്യം ലിറ്ററലി ദാനിയേൽ എവിടെ തന്നെ ഉണ്ട്? ബാബിലോണിൽ തന്നെ ഉണ്ട്. ഇനി ആരെങ്കിലും മറിച്ച് പറയുന്നെങ്കിൽ വിട്ടുകൊടുത്തതിന്റെ കാര്യം അവരുടെ ഹിതം പോലെ വ്യാഖ്യാനിക്കാൻ. ഇത് പ്രവചന വിഷയമാണ്. ആരെങ്കിലും പറയുകയാണ് ഇങ്ങനെ ആ സമയത്ത് ദാനിയേല് ശൂഷൻ രാജധാനിയിലായിരുന്നു പറഞ്ഞാൽ, പക്ഷെ യാതൊരു നിലയിലും സാധ്യമല്ലാത്ത കാര്യമാണ്. കാര്യം അന്ന് ഈ ചരിത്രപരമായോ ഒന്നും ഒരിക്കൽ പോലും ബാബിലോണിന്റെ ഭാഗമായ ശൂഷൻ ഈ പറയപ്പെടുന്ന സുസ എന്ന് പറയുന്ന സ്ഥലം വന്നിട്ടില്ല. നമുക്ക് അതിലേക്ക് തന്നെ വരാം. അപ്പോൾ അവിടെ 8-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ ശൂഷൻ രാജധാനി ആയിരുന്നപ്പോൾ അത് കണ്ടു, ഞാൻ ഊലായി നദീ തീരത്ത് നിൽക്കുന്നതായി ദർശനത്തിൽ കണ്ടു. ഈ ഊലായി നദി എന്ന് പറയുന്നത് വാസ്തവത്തിൽ കനാലാണ്, അല്ലാതെ വലിയ നദിയല്ല, മനുഷ്യനിർമ്മിതമായ ഒരു കനാലാണ്. ഈ മനുഷ്യനിർമ്മിതമായ ഈ കനാലിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഊലായി നദിയുടെ പ്രത്യേകത ഇതിലൂടെ ഒഴുകുന്ന വെള്ളത്തിന്റെ നിറമാണ്. ഇതിലൂടെ ഒഴുകുന്ന വെള്ളം എന്ന് പറയുന്നത് രക്താംബരം പോലെ കടും ചുവപ്പായ വെള്ളമാണ് ഇതിൽ കൂടെ ഒഴുകുന്നത്. അപ്പോൾ വെള്ളത്തിന്റെ നിറം എന്തുകൊണ്ടാണ് ഇങ്ങനെ ചുവപ്പായെന്ന് എനിക്കറിഞ്ഞുകൂടാ. അതോ നമ്മൾ പുറമെ ദൂരെ നിന്ന് നോക്കുമ്പോൾ ആ വെള്ളത്തിന്റെ കളറിന്റെ പ്രത്യേകത, ഇപ്പം ചെങ്കടൽ എന്നൊക്കെ പറയുന്നത് പോലെ
ഏതായാലും കൊള്ളാം, ഇതിലെ വെള്ളത്തെ കുറിച്ച് പറയുന്നത് ചുവന്ന കളറിലുള്ള വെള്ളമാണ് ഈ കനാലിലൂടെ ഒഴുകിക്കൊണ്ടിരുന്നത് എന്നാണ് പറയുന്നത്. അത് ഈ ദർശനവുമായി വലിയ ബന്ധമുള്ള കാര്യമല്ല. ചരിത്രകാരനായ പ്ലീനി എഴുതിയിരിക്കുന്ന രേഖയാണത്. ഈ പറയപ്പെടുന്ന ഈ ഉലായി നദി എന്ന് പറയുന്നത് മനുഷ്യനിർമ്മിതമായിരുന്നുവെന്നും ഒരു കനാലായിരുന്നുവെന്നും അതിനടുത്ത് തന്നെയായിരുന്നു ശൂഷൻ രാജധാനി നിലവിലിരുന്നുവെന്നും ഉള്ളതായ ചരിത്രം അദ്ദേഹം എഴുതിയതാണ്. ഇനി അവിടെ അടുത്തായിട്ട് കാണുന്നത്, ഞാൻ തല പൊക്കിയപ്പോൾ എന്ത് കണ്ടു? മൂന്നാം വാക്യം. ഞാൻ തല പൊക്കിയപ്പോൾ രണ്ട് കൊമ്പുള്ള ഒരു ആട്ടുകൊറ്റൻ നദീതീരത്ത് നിൽക്കുന്നത് കണ്ടു. ആ കൊമ്പുകൾ നീണ്ടവയായിരുന്നു. ഒന്ന് മറ്റേതിനേക്കാൾ അധികം നീണ്ടത്. അധികം നീണ്ടതോടൊപ്പം മുളച്ചു വന്നതായിരുന്നു. മതി. അപ്പോൾ ഈ ദർശനത്തിനൊക്കെ എന്ത് അർത്ഥമുണ്ടോ നിങ്ങൾ ഓർക്കണം. ഈ ദർശനം ആർക്കും മനസ്സിലായില്ല. ഈ പറയപ്പെടുന്ന 8-ാം അധ്യായം 3-ാം വാക്യത്തിലെ കണ്ട ദർശനത്തിന്റെ അർത്ഥം ദാനിയേലിന് മനസ്സിലായില്ല. ദാനിയേൽ എന്ത് ചെയ്തു എന്നുള്ളത് 8-ാം അധ്യായം 16-ാം വാക്യം വായിച്ചു. 8:16. ദർശനം ഗ്രഹിച്ചു കൊടുക്കാമെന്ന് ഊരായിരത്തിൽ നിന്ന് വിളിച്ചു പറയുന്ന ഒരു മനുഷ്യന്റെ ശബ്ദം ഞാൻ. അപ്പോൾ ഞാൻ നിന്നിടത്ത് അവൻ അടുത്തു വന്നു. അവൻ വന്നപ്പോൾ ഞാൻ ഭയപ്പെട്ട് സാഷ്ടാംഗം വീണു. എന്നാൽ അവൻ എന്നോട്, മനുഷ്യപുത്ര, ഗ്രഹിച്ചു കൊടുക്കുക, ദർശനം അന്ത്യകാലത്തേക്കുള്ളതാകുന്നു. അതിന്റെ 20-ാം വാക്യം വായിച്ചു. അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇവിടെ ഈ 8-ാം അധ്യായത്തിൽ വരുമ്പോൾ ദാനിയേൽ കണ്ടതായ ദർശനത്തിൽ എന്ത് കണ്ടു? ഒരാട്ടുകൊറ്റനെ ദർശനത്തിൽ കണ്ടു. ഈ അതുകൊണ്ടാണ് ഞാൻ ഈ 7-ാം അധ്യായത്തിന്റെ കണ്ടിന്യൂസ് ആയിട്ട് ഈ 8-ാം അധ്യായം എടുക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ ഈ പറയപ്പെടുന്ന ഈ സംഭവമാണ് ദാനിയേൽ പ്രവചനത്തിൽ ഇപ്പൊ നാം പ്രധാനമായും ചിന്തിക്കാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത്. ഈ പറയപ്പെടുന്ന ഇത്രയും ഭാഗങ്ങളാണ് പ്രധാനമായും. 2-ാം അധ്യായത്തിലാണ് നമ്മൾ ബിംബം എല്ലാവരും കാണാറില്ലേ? 2-ാം അധ്യായത്തിലാണ് നെബൂഖദ്നേസർ കണ്ടതായ ഈ ബിംബം. ഇതിന്റെ തുടർച്ചയായിട്ടാണ് ഈ സംഭവങ്ങളെല്ലാം വരുന്നത്. ഇതില് നമ്മൾ കണ്ടതാണ് തല പൊന്നുകൊണ്ട് തങ്ങിക്കൊണ്ടുള്ളതായ തല ബാബിലോണിനെ കാണിക്കുന്നു. പിന്നെ കൈയും നെഞ്ചും. 2-ാം ഭാഗം വെള്ളി. ഇതാരെ കാണിക്കുന്നു? മേദ്യരെയും പാർസികളെയും കാണിക്കുന്നു. അടുത്തതായിട്ട് അപ്പോൾ ഇവിടെ ബാബിലോൺ സാമ്രാജ്യത്തിന് ശേഷമായിട്ട് നെബൂഖദ്നേസർ കണ്ട അല്ലെങ്കിൽ പൊന്നുകൊണ്ടുള്ളതായ തങ്കം കൊണ്ടുള്ളതായ തലയ്ക്ക് ശേഷമായിട്ട് വരുന്ന അടുത്ത 7-ാം അധ്യായത്തിൽ കണ്ട ദർശനം ഇതാണ്. ഒരു കരടി കയറി വരുന്നു. ആ കരടി ഒരു വശം കരടിയുടെ ഉയർന്നിരുന്നു. ആ കരടിയുടെ വായിൽ 3 വാരിയലുകൾ ഉണ്ടായിരുന്നു. ഇത് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതാണ്. ഈ 3 വാരിയലുകൾ എന്ന് പറയുന്നത് ഈ മേദ്യരുടെയും പാർസികളോടും എതിർത്തു നിന്നതായ 3 രാജ്യങ്ങളാണ്. അവയെ കടിച്ചു കീറി വായിലാക്കിയിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ സകലതിനെയും തകർത്ത് ഈ കരടി കയറി വരികയാണ്. ഈ കരടിയുടെ അടുത്ത 8-ാം അധ്യായത്തിലേക്ക് വന്നപ്പോൾ കാണിച്ചു കൊടുത്ത അടുത്ത മേദ്യരുടെയും പാർസികളെയും കുറിച്ചുള്ള അടുത്ത ദർശനമാണ് ഈ ആട്ടുകൊറ്റൻ. മനസ്സിലായോ? ഈ ആട്ടുകൊറ്റൻ അതാണ് ദാനിയേൽ 8-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ പറയുന്നത്. ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്തു? ഒരു വാക്യം വായിച്ചു. അല്ല, ആട്ടുകൊറ്റൻ വന്നതിനെ കുറിച്ച് പറഞ്ഞു ആദ്യ ഭാഗം. ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഈ ചിത്രം ഇതാണ് ഞാൻ പറഞ്ഞത്. 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ദാനിയേൽ 7-ൽ കണ്ടതിനേക്കാൾ കുറച്ചുകൂടെ ക്ലിയറാണ്, കുറച്ചുകൂടെ വ്യക്തമാക്കി കൊടുത്തു. 7-ാം അധ്യായത്തിൽ വന്നപ്പോൾ ഈ കരടി ഇതിൽ ഒരു വശം ഉയർന്നിരുന്നു. ഇതിന്റെ വായിൽ 3 വാരിയലുകൾ ഉണ്ടായിരുന്നു. അതിന്റെ സംഹാരത്തെ അല്ലെങ്കിൽ ആളുകളെ ആക്രമണം, അതിന്റെ ആവത പ്രവണതകളെ കാണിക്കുന്നതാണ്. 3 രാജ്യങ്ങൾ ഇതിനെ കീഴ്പ്പെടുത്തിയതിനാണ് ഈ കാണിക്കുന്നത്. എന്നാൽ അതേസമയം ഇവിടേക്ക് നോക്കുമ്പോൾ ഒരു ആട്ടുകൊറ്റൻ പാഞ്ഞു വരികയാണ്. ഈ ആട്ടുകൊറ്റന് എന്തുണ്ടായിരുന്നു? 2 കൊമ്പുണ്ടായിരുന്നു. 2 കൊമ്പ്. ഈ 2 കൊമ്പിനെ സംബന്ധിച്ച് പറയുമ്പോൾ അടുത്തതായിട്ടൊരു പ്രയോഗം അവിടെ വേറെയുണ്ട്. അതിൽ ഒന്ന് മറ്റേതിനേക്കാൾ അധികം നീണ്ടതായിരുന്നു. ഈ ഒന്ന് മറ്റേതിനേക്കാൾ അധികം നീണ്ടതായിരുന്നു. സാധാരണ മൃഗങ്ങളുടെ കൊമ്പിന് ചിലപ്പോൾ അല്പമൊക്കെ വ്യത്യാസം വരാം, അല്പമൊക്കെ. എന്നാൽ ഈ പറയപ്പെടുന്ന കൊമ്പിനെ കുറിച്ച് പറയുമ്പോൾ 2 കൊമ്പ്, അതിലൊന്ന് മറ്റേതിനേക്കാൾ അധികം നീണ്ടതാണ്. വളരെ വ്യത്യാസമാണ്, നീളത്തിൽ വളരെ വ്യത്യാസമാണ്. ഇനി ഈ നീളമുള്ളതായ കൊമ്പെന്ന് പറയുന്നത് അതിനെക്കുറിച്ച് അടുത്ത വാചകം വയ്ക്കും.
നീളമുള്ളതായ കൊമ്പ് രണ്ടാമത് വന്നതാണ്, ആദ്യത്തെ കൊമ്പല്ല. അപ്പോൾ ആദ്യത്തെ കൊമ്പിനേക്കാൾ വലിപ്പമുണ്ടായിരുന്നു, നീളമുണ്ടായിരുന്നു രണ്ടാമത്തെ കൊമ്പ്. എന്താണെന്ന് വല്ല പിടിയും കിട്ടിയോ? ഇത് ഞാൻ പറഞ്ഞല്ലോ, ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ചേർത്ത് വേണം പഠിക്കുവാൻ. ഇത് വെള്ളി കൊണ്ടുള്ളതായ നെഞ്ചും കൈകളും മേന്തിരെയും പാർസികളെയും കാണിക്കും. ബാബിലോണിനേക്കാൾ പ്രതാപത്തിൽ അവർ പുറകിലാണ്. അടുത്തതായിട്ട് കരടി കയറി വരുന്നു. ഈ കരടിയുടെ ഒരു വശം ഉയർന്നിരിക്കുന്നു, അതിന്റെ വായിൽ 3 വാരിയലുകൾ കടിച്ചു പിടിച്ചുകൊണ്ടാണ് ഇത് വരുന്നത്. ഈ ഭാഗം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞപ്പോൾ ഓർക്കുന്നുണ്ടാവും നിങ്ങൾ. മേദ്യരും പാർസികളും 2 രാജ്യങ്ങൾ ഒന്നിച്ചു വരികയാണ്, 2 സാമ്രാജ്യങ്ങൾ ഒന്നിച്ചു വരികയാണ്. 2 സാമ്രാജ്യങ്ങൾ ഒന്നിച്ചു വരുമ്പോൾ അതിൽ ബെൽഷസർ രാജാവ് മരിച്ചതായ ഉടനെ തന്നെ മേദ്യനായ ദാരിയാവേഷ് ഭരണത്തിൽ വന്നു. മേദ്യ പാർസി സാമ്രാജ്യത്തിന്റെ ഭരണം തുടങ്ങുന്നത് അല്ലെങ്കിൽ ആദ്യത്തെ ഭരണമായിട്ട് വരുന്ന ആരുടെ കാര്യം? ആരാ? മേദ്യനായ ദാരിയാവേഷ് ഭരണത്തിൽ വന്നു. മേദ്യനായ ദാരിയാവേഷ് ഭരണത്തിൽ വന്നെങ്കിലും ദൈവം അതിനൊക്കെ മുമ്പേ തന്നെ പേരെഴുതി വെച്ചിരിക്കുന്ന വേറൊരാളുണ്ട്, കോരേശ് എന്ന് പറയുന്നു, പാർസി രാജാവ്. പാർസി രാജാവായ കോരേശിനെ കുറിച്ച് ദൈവം എഴുതിയിരിക്കുന്ന പ്രവചനത്തിൽ, യെശയ്യാ പ്രവചനത്തിൽ എഴുതി വെച്ചിരിക്കുന്നു, അവൻ എന്റെ ഇടയനാണ്. കോരേശ് എന്റെ ഇടയൻ, ഞാൻ പറയുന്നതൊക്കെ അവൻ ചെയ്യും. നിങ്ങൾ ഓർക്കണം, ഇന്ന് വൈകുന്നേരം ഞാൻ ഐസക് സാർ ഞങ്ങൾ ഒന്നിച്ച് വന്നപ്പോൾ ഈ ഭാഗം പറയുകയുണ്ട്. ദൈവം ജാതീയ രാജാക്കന്മാരെ ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ദൈവത്തിന്റെ ജനത്തെ പാഠം പഠിപ്പിക്കുവാൻ, ഇസ്രായേലിനെ പാഠം പഠിപ്പിക്കാൻ. ഇസ്രായേൽ അനുസരണക്കേട് കാണിക്കുമ്പോൾ ആ ഇസ്രായേലിനെ പാഠം പഠിപ്പിക്കുവാൻ ജാതീയ രാജാവിനെ ദൈവം കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിനറിയാം, ജാതീയ രാജാക്കന്മാർ ദൈവത്തെങ്കിൽ അകന്ന് ജീവിക്കുന്നവരാണ്, അവർക്ക് ഈ ജീവനുള്ള ദൈവവുമായി ബന്ധവുമില്ല. ഇതൊക്കെ ശരിയാണ്. എങ്കിൽ പോലും അവരെ പേര് ചൊല്ലി വിളിച്ചാൽ ദൈവം കൽപ്പിക്കുന്നത് പോലെ അവർ ചെയ്യും എന്നുള്ളത് ദൈവത്തിന് ഉത്തമ ബോധ്യമാണ്. അതുകൊണ്ടാണ് ഇസ്രായേലിനെ അടിമത്തത്തിലേക്ക് കൊണ്ടുപോകുവാൻ, പ്രവാസത്തിലേക്ക് കൊണ്ടുപോകുവാൻ ദൈവം ബാബിലോൺ രാജാവായ നെബൂഖദ്നേസറിനെ എഴുന്നേൽപ്പിച്ചു. എന്റെ സ്നേഹിതനായ നെബൂഖദ്നേസർ എന്നാണ് അവനെ വിളിച്ചത്, എന്റെ സ്നേഹിതനായ നെബൂഖദ്നേസർ. അപ്പോൾ സ്നേഹിതനായ നെബൂഖദ്നേസർ അല്ലെ കൽദയ രാജാവിനെ കൊണ്ട് ഇസ്രായേൽ ജനതയെ അടിമകളാക്കി എവിടേക്ക് കൊണ്ടുപോയി? ബാബിലോണിലേക്ക് കൊണ്ടുപോയി. 70 വർഷത്തെ പ്രവാസകാലമാണ്. 70 വർഷം. ഇരമ്യാ പ്രവാചകനും മറ്റും അത് വ്യക്തമായി എഴുതി വെച്ചിരുന്നു, പ്രവാസകാലം 70 വർഷമാണ്. എന്നാൽ ആ സമയത്ത് കള്ളപ്രവാചകന്മാർ പ്രവചിച്ചു 70 വർഷമൊന്നും നമ്മളെ കൈവിടത്തില്ല, അതിനൊക്കെ മുമ്പേ ദൈവം നമ്മളെ എന്ത് ചെയ്യും? യഥാസ്ഥാനപ്പെടുത്തും. അങ്ങനെ കള്ളപ്രവാചകന്മാർ അവരുടേതായ റോളും അഭിനയിച്ചു. എന്നാൽ ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ച് 70 വർഷം തന്നെയായിരുന്നു. ആ 70 വർഷം പൂർത്തിയാകാറാകുമ്പോൾ ഇവരെ വിട്ടയക്കുവാൻ, ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ഈ ജനത്തെ വിട്ടയക്കുവാൻ, അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ ഒരുക്കി കൊടുക്കുവാൻ, അവരവിടെ നിന്നും പോകുമ്പോൾ കൊണ്ടുപോകേണ്ട കാര്യങ്ങൾ ക്രമീകരിക്കുവാൻ ഒക്കെ കണ്ടിരുന്നത് ആരെയാണ്? കോരേശിനെയാണ്. അപ്പൊ കോരേശ് ജനിക്കുന്നതിന് മുമ്പ്, കോരേശ് ജനിക്കുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകനായ യെശയ്യാവിന് ദൈവം കാണിച്ചു കൊടുത്തു, എന്റെ ഇടയനായ കോരേശ്. ഇവൻ ജാതീയ വീട്ടിൽ ജനിക്കാൻ പോകുന്നേ ഉള്ളൂ, ഒരു ജാതീയ യഹൂദന്റെ വീട്ടിലല്ല, ഒരു ജാതീയ ഭവനത്തിൽ ജനിക്കാനിരിക്കുന്നതിനെ കുറിച്ചാണ് ഈ പറയുന്നത്. എന്റെ ഇടയനായ കോരേശ്, അവൻ എന്റെ ഹിതമൊക്കെ നിവർത്തിക്കും. അപ്പോൾ ഇവിടെ ഈ ചിത്രത്തിൽ നാം നോക്കിയാൽ, ഒന്നാമതായിട്ട് ഈ സാമ്രാജ്യം നിലവിൽ വന്നപ്പോൾ, മേദ്യരുടെയും പാർസികളുടെയും സാമ്രാജ്യം നിലവിൽ വന്നപ്പോൾ ആദ്യം ഭരണം ഏറ്റെടുത്തു എന്ന് പറയുന്നത് മേദ്യനായ ദാരിയാവേഷ്. മേദ്യനായ ദാരിയാവേഷ് ഭരണം ഏറ്റെടുത്ത് കുറെ നാൾ ഭരിച്ചു കഴിഞ്ഞപ്പോൾ മേദ്യരുടെയും പാർസികളുടെയും സാമ്രാജ്യത്തിലെ ശക്തമായ ഗ്രൂപ്പ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രബലന്മാര് എന്ന് പറയുന്നത് പേർഷ്യക്കാരാണ്, പേർഷ്യൻസാണ്. അപ്പോൾ ആ പേർഷ്യൻസിന്റെ കൂട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാജാവ് എന്ന് പറയുന്നത് കോരേശാണ്. അപ്പോൾ ഈ ആട്ടുപോറ്റിൽ അതിന്റെ ആദ്യത്തെ കൊമ്പിനേക്കാൾ രണ്ടാമത്തെ കൊമ്പ് വളരെ നീളമുള്ളതായിരുന്നു എന്ന് പറഞ്ഞാൽ മേദ്യനായ ദാരിയാവേഷിനേക്കാൾ പിന്നാലെ വന്ന പേർഷ്യൻ രാജാവായ കോരേശ് ശക്തനായിരുന്നു, സമർത്ഥനായിരുന്നു, അവൻ പ്രബലനായിരുന്നു എന്നാണ്. ഓർക്കണം, ദൈവം ദർശനത്തിലൂടെ കാര്യങ്ങൾ കാണിച്ചു കൊടുക്കും. എത്ര വ്യക്തമായും എത്ര കൃത്യമായുമാണ് നോക്കാം. അപ്പോൾ ഈ 3 സംഭവങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് പോവുകയാണ്. നെബൂഖദ്നേസർ രാജാവ് ഇത് കണ്ടു. അടുത്തതായിട്ട് ദാനിയേലിന്റെ ദർശനത്തിൽ കാണിച്ച ഈ കരടിയുടെ ദർശനം കൊടുത്തു. അതിലും ഒരു വശം പൊങ്ങിയായിരിക്കുന്നു,
അത് ഞാൻ അന്നേരം ഓർക്കണം, ഇതിൽ ഒരു സാമ്രാജ്യം, ഒരു രാഷ്ട്രം മറ്റേതിനേക്കാൾ അല്പം കൂടെ ശക്തി കൂടിയതാണ്. വീണ്ടും അടുത്തതായിട്ട് വന്നു ഈ പറയപ്പെടുന്ന കോലാട്ടുകൊറ്റൻ, കോലാട്ടുകൊറ്റൻ വരുന്നത്. അപ്പോൾ ആട്ടുകൊറ്റനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഇത് വന്നു കഴിഞ്ഞപ്പോൾ അതെന്ത് ചെയ്തു എന്നുള്ളതാണ് അടുത്ത വാക്യം. 8-ാം അധ്യായം തുടർച്ചയായിട്ട് പറയുമ്പോൾ അതിന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കാമെന്നും ആരുമില്ല. അത് ഇഷ്ടം പോലെ ചെയ്ത് വമ്പ് കാട്ടിപ്പോന്നു. അപ്പോൾ ഈ പറയപ്പെടുന്ന ഈ ആട്ടുകൊറ്റൻ വന്നിട്ട് അത് 3 ദിക്കിലേക്ക് എന്ത് ചെയ്തു? ഈ ആട്ടുകൊറ്റൻ ഒരു വശത്ത് നിന്ന് ആരും വരുന്നു. അപ്പോൾ ആ ഒരു വശത്ത് നിന്ന് ഈ ആട്ടുകൊറ്റൻ ഇങ്ങോട്ട് വന്നിട്ട് 3 ദിക്കിലേക്ക്, ഏതൊക്കെ ദിക്കുകളാണ്? 3 ദിക്കിലേക്ക്. പടിഞ്ഞാറോട്ട്, വടക്കോട്ട്, തെക്കോട്ട്. പടിഞ്ഞാറ്, വടക്ക്, തെക്ക് 3 ദിക്കുകളിലോട്ട് ഈ ആട്ടുകൊറ്റൻ ഇടിക്കുകയാണ്. ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാവും. 3 വശത്തോട്ട് ഈ ആട്ടുകൊറ്റൻ ഇടിച്ചു എന്ന് പറഞ്ഞാൽ ആ ഭാഗത്തുള്ള രാജ്യങ്ങൾ എന്ത് ചെയ്യുക? ഈ ആട്ടുകൊറ്റൻ ആക്രമിക്കുകയാണ്. അപ്പോൾ ഈ 3 ദിക്കുകളിലുള്ളതായി ആക്രമിക്കുന്നതെന്ന് പറയുമ്പോൾ പടിഞ്ഞാറോട്ട് ഈ ആട്ടുകൊറ്റൻ ഇടിക്കുമ്പോൾ, ആട്ടുകൊറ്റൻ വരുന്ന ഭാഗം വെച്ച് നമ്മൾ നോക്കുമ്പോൾ കിഴക്ക് നാല് ആട്ടുകൊറ്റൻ വരുന്നു. അപ്പോൾ പടിഞ്ഞാറോട്ട് ഇടിക്കുമ്പോൾ പടിഞ്ഞാറോ ഇരിക്കുന്ന കൂട്ടത്തിലുള്ള സ്ഥലങ്ങൾ എന്ന് പറയുന്നത് ബാബിലോൺ, സിറിയ തുടങ്ങിയ രാജ്യങ്ങളാണ്. വടക്കോട്ട് എന്ന് പറയുമ്പോൾ അർമീനിയ തുടങ്ങി കാസ്പിയൻ കടൽ വരെയുള്ളതായ സ്ഥലങ്ങളാണ് വടക്കോട്ടുള്ളതായ സ്ഥലങ്ങൾ. തെക്കോട്ട് ഈ ആട്ടുകൊറ്റൻ ഇടിക്കുന്നു ഈജിപ്റ്റ്, എത്യോപ്യ തുടങ്ങിയതായ സ്ഥലങ്ങൾ. ചുരുക്കത്തിൽ ഈ ആട്ടുകൊറ്റൻ വന്ന് അതിശക്തമായ ഇടിയങ്ങ് തുടങ്ങി. വളരെ വേഗം ഇടിച്ച് രാഷ്ട്രങ്ങളെ കീഴ്പ്പെടുത്തി ഭരണത്തിൽ വരികയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു മൃഗത്തിന് 4-ാം വാക്യം, ആട്ടുകൊറ്റൻ പടിഞ്ഞാറോട്ടും വടക്കോട്ടും തെക്കോട്ടും ഇടിക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ ഈ ആട്ടുകൊറ്റൻ അതിന് തോന്നിയതുപോലെ ഇടിക്കുകയാണ്. തോന്നിയതുപോലെ ഏതൊക്കെ രാജ്യത്തിനെ ഇടിക്കണോ, എങ്ങോട്ടൊക്കെ തിരിയണോ, ആരെയൊക്കെ ഇടിച്ചു വീഴ്ത്തണോ, തോന്നിയതുപോലെ ഈ ആട്ടുകൊറ്റൻ ഇടിക്കുകയാണ്. ഒരു ജാതിക്ക് അല്ലെങ്കിൽ ഒന്നിനും ഈ ആട്ടുകൊറ്റനെ തടയാൻ കഴിയുന്നില്ല. ഒന്നിനും അതിശക്തമായ ഇടിയാണ് ഈ ആട്ടുകൊറ്റൻ ഇടിക്കുന്നത്. പ്രധാനമായിട്ടും 3 ദിക്കുകളിലേക്ക് ഇടിച്ചിടിച്ചങ്ങ് പോവുകയാണ്, മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആർക്കും ഇതിനെ തടയാൻ കഴിയുന്നില്ല. ആ വാക്യത്തിൽ അവസാനം അത് ഇഷ്ടം പോലെ ചെയ്ത് വമ്പ് കാട്ടിക്കൊണ്ടിരുന്നു. അപ്പോൾ ഇഷ്ടം പോലെ ചെയ്ത് അതിൻ്റെതായ പ്രതാപവും അതിൻ്റെതായ അഹങ്കാരവും ഹുങ്കും ഒക്കെ കാണിച്ച് ശക്തമായി ഇങ്ങനെ ഇടിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഈ ആട്ടുകൊറ്റൻ. പക്ഷേ ദൈവത്തിന് വേറെ പദ്ധതിയുണ്ട്. ഇപ്പോൾ മേദ്യരുടെയും പാർസികളുടെയും സാമ്രാജ്യം കഴിഞ്ഞാൽ വേറൊന്ന് വരേണ്ടത് ആവശ്യമുണ്ട്. അപ്പോൾ അടുത്തതായിട്ട് റോമൻ മുമ്പ് അവിടെ അടുത്തതായിട്ട് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കോലാട്ടുകൊറ്റൻ വായിച്ചു. ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കോലാട്ടുകൊറ്റൻ പടിഞ്ഞാറോട്ട് നിലംതൊടാതെ സർവ്വഭൂതലത്തിലും കൂടി വന്നു. ആ കോലാട്ടുകൊറ്റന്റെ കണ്ണുകളുടെ നടുവിൽ വിശേഷമായ ഒരു കൊമ്പുണ്ടായിരുന്നു. അത് നദീതീരത്ത് നിൽക്കുന്ന ഞാൻ കണ്ട 2 കൊമ്പുകൾ ആട്ടുകൊറ്റന്റെ നേരെ ഉഗ്രക്രോധത്തോടെ പാഞ്ഞു ചെന്നു. അത് ആട്ടുകൊറ്റനോട് അടുക്കുന്നത് ഞാൻ കണ്ടു. അത് ആട്ടുകൊറ്റനോട് കുതിച്ചു അതിനെ ഇടിച്ച് അതിന്റെ കൊമ്പ് 2 തകർത്തു കളഞ്ഞു. അതിന്റെ മുമ്പിൽ നിൽക്കുവാൻ ആട്ടുകൊറ്റന് ശക്തിയില്ലാതെയിരുന്നു. അത് അതിനെ നിലത്ത് തലയിട്ട് ചവിട്ടിക്കളഞ്ഞു. അതിന്റെ കയ്യിൽ നിന്ന് ആട്ടുകൊറ്റനെ രക്ഷിക്കുവാൻ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ആദ്യം വന്നതായ ആട്ടുകൊറ്റൻ, ഈ ആട്ടുകൊറ്റൻ അതിന് തോന്നിയതുപോലെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആരുണ്ട് ചോദിക്കാനെന്നുള്ള നിലയിൽ വെല്ലുവിളിച്ചുകൊണ്ട് നിൽക്കുന്നത് പോലെ നിൽക്കുകയാണ്. അപ്പോൾ ആർക്കും ഈ ആട്ടുകൊറ്റനോട് എതിർക്കുവാൻ കഴിയുന്നില്ല. അങ്ങനെ നോക്കി നിൽക്കുമ്പോഴാണ് ഞാൻ അങ്ങനെ നോക്കിയിരിക്കുമ്പോൾ ഒരു കോലാട്ടുകൊറ്റൻ എങ്ങനെ വരുന്നു? നിലം തൊടാതെ വരുന്നു. നിലം തൊടാതെ വരുന്നു എന്ന് പറയുമ്പോഴേ ഓർത്തോണം, ഇത് ഭയങ്കര സ്പീഡിലാണ് വരുന്നത്. നിലത്തൂടെ വരുന്നതിനേക്കാൾ സ്പീഡ് എപ്പോഴും വായുവിൽ കൂടെ വരുന്നതിന് നിലത്തൂടെ പോകുന്നതിനേക്കാൾ സ്പീഡുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കോലാട്ടുകൊറ്റൻ നിലം തൊടാതെ വരുന്നത് കൊണ്ട്, നിലം തൊടാതെ വന്നിട്ട് ഞാൻ കണ്ട 2 കൊമ്പുകൾ ആട്ടുകൊറ്റന്റെ നേരെ ഉഗ്രക്രോധത്തോടെ പാഞ്ഞു ചെന്നു. അത് ആട്ടുകൊറ്റനോട് അടുക്കുന്നത് ഞാൻ കണ്ടു.
അത് ആട്ടുപറ്റിനോട് കുതിച്ചു, അതിനെ ഇടിച്ച് അതിന്റെ കൊമ്പ് രണ്ട് തകർത്തു കളഞ്ഞു. അതിന് മുൻപിൽ നിൽക്കുവാൻ ആട്ടുപറ്റിന് ശക്തിയില്ലാതിരുന്നു. അതതിനെ നിലത്ത് തള്ളിയിട്ട് ചവിട്ടി കളഞ്ഞു. അതിന്റെ കയ്യിൽ നിന്ന് ആട്ടുപറ്റിനെ രക്ഷിക്കുവാൻ ആരും ഉണ്ടായിരുന്നു. ഇവിടെ നാം അടുത്ത സാമ്രാജ്യത്തിലേക്ക് വരികയാണ്. തങ്കം കൊണ്ടുള്ള തല, വെള്ളി കൊണ്ടുള്ള നെഞ്ചും കൈകളും, രണ്ട് സാമ്രാജ്യങ്ങൾ കഴിയുന്നു. അടുത്ത മൂന്നാമത്തെ സാമ്രാജ്യം എന്ന് പറയുന്നത് എന്തുവാ? യവന സാമ്രാജ്യം. ഈ നെബൂഖദ്നേസർ കണ്ട ബിംബത്തോടുള്ള ബന്ധത്തിൽ ഇതെന്തോ ആണ്? താമ്രമാണ്, ബ്രാസ്. അപ്പൊ താമ്രം കൊണ്ടുള്ളതായ വയറും തുടയും ഈ ഭാഗമാണ് താമ്രം കൊണ്ടുള്ളതാണ്. അപ്പോൾ ഇതിനെ അതിന്റെ അടുത്തതായിട്ട് 7-ാം അധ്യായത്തിൽ ദാനിയേൽ കണ്ടതായ ദർശനമാണ് ഈ കാണുന്നത്. ഇതിന് എന്തുണ്ടായിരുന്നു? വേഗതയിൽ കയറി വന്ന പുള്ളിപ്പുലി. ആ പുള്ളിപ്പുലി വേഗതയിലാണ് വന്നത്. അതിനെന്തുണ്ടായിരുന്നു? 4 ചിറകുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഓർക്കണം, നമ്മൾ ഈ ആദ്യം കണ്ടതായ ഈ ദർശനത്തിൽ കണ്ട സിംഹം, അതിന് 2 ചിറകേ ഉള്ളൂ. 2 ചിറകേ ഉള്ളൂ. അത് പക്ഷെ എന്തിന്റെ ചിറക്? കഴുകന്റെ ചിറകാണ്. എന്നാൽ അത് കഴുകന്റെ ചിറകാണെങ്കിലും ഇവിടെ പുള്ളിപ്പുലിയോടുള്ള ബന്ധത്തിൽ വരുമ്പോൾ പുള്ളിപ്പുലിക്ക് എന്തുണ്ട്? 4 ചിറകുകളുണ്ട്. അപ്പോൾ വേഗത കുറച്ചുകൂടെ കൂടുതലുണ്ടെന്ന് തന്നെയാണ് ചിന്തിക്കുന്നത്. കഴുകന്റെ ചിറകുകളാണെങ്കിൽ പോലും വേഗത ഉണ്ടെന്ന് നമ്മൾ ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കി. അപ്പോൾ അത് മാത്രമല്ല, ഇതിനെന്തുണ്ടായിരുന്നു? 4 തലയുമുണ്ട്. എന്നാൽ 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നിലം തൊടാതെ, നമ്മൾ 2-ാം അധ്യായത്തിൽ കൈ തൊടാതെ കല്ല് വന്നെന്ന് പറഞ്ഞതുപോലെ നിലം തൊടാതെ ഒരു കോലാട്ടുകൊറ്റൻ പാഞ്ഞു വരികയാണ്. കോലാട്ടുകൊറ്റൻ നിലം തൊടാതെ പാഞ്ഞു വന്നപ്പോൾ ആരുണ്ട് ചോദിക്കാൻ എന്നും പറഞ്ഞ് ഇവിടെ ഇടിച്ച് തകർത്തോണ്ട് നിന്നതായ ആട്ടുകൊറ്റൻ. ആരും ഇതിനെ തടയാനില്ല. തോന്നിയതുപോലെ ഇടിക്കുകയാണ്. തോന്നിയതുപോലെ ഓരോ വശത്തോട്ട് ഇടിച്ചുകൊണ്ടിരിക്കാൻ നിൽക്കുകയാണ്. ആരുണ്ട് ചോദിക്കാൻ തോന്നില്ല. അപ്പോൾ അങ്ങനെ ധിക്കാരം കാട്ടിക്കൊണ്ട്, വമ്പ് കാട്ടിക്കൊണ്ട് നിന്നതായ ആട്ടുകൊറ്റൻ, അതിന്റെ അഴിക്കലേക്കാണ് നിലം തൊടാതെ ആര് വരുന്നത്? കോലാട്ടുകൊറ്റൻ വന്നു. കോലാട്ടുകൊറ്റൻ വന്നു കഴിഞ്ഞാൽ എന്നാ കൊണ്ട് വിശേഷമൊന്നും ലോഹ്യമൊന്നുമില്ല. വന്ന ഉടൻ തന്നെ എന്ന് കൊടുത്തു, ഇടുതുടങ്ങി. ഇടിക്കാൻ കാരണം 125ഓളം വർഷങ്ങൾക്ക് മുമ്പ് അർത്തക്ഷഷ്ട രാജാവ് ഭരിക്കുമ്പോൾ, അതായത് മേദ്യ പാർസി സാമ്രാജ്യം നിലവിൽ വന്ന് വർഷങ്ങൾ കുറെ കഴിഞ്ഞു. അവരുടെ ഭരണാധികാരികളിൽ ഒരുവനായിരുന്ന അർത്തക്ഷഷ്ട രാജാവ് യവനരെ ആക്രമിച്ചതാണ്. അന്ന് യവനരോട് ക്രൂരമായി പെരുമാറിയതാണ് ഗ്രീസിന്. അപ്പോൾ 120ഓളം വർഷങ്ങൾക്ക് മുമ്പ് തങ്ങളുടെ പൂർവികന്മാരോട്, അല്ലെങ്കിൽ തങ്ങളുടെ പിതാക്കന്മാരുടെ കാലത്ത് തങ്ങളുടെ ദേശത്തോട് കാണിച്ച അകൃത്യത്തിന് പകരം കൊടുക്കുന്ന പരിപാടികളാണ്. അതിന്റെ ശക്തിയോടുകൂടിയാണ് ഈ കോലാട്ടുകൊറ്റൻ വന്നിരിക്കുന്നത്. അപ്പോൾ പിതാക്കന്മാരുടെ കാലത്ത് അർത്തക്ഷഷ്ട രാജാവ്, മേദ്യ പാർസി സാമ്രാജ്യത്തിലെ പേർഷ്യൻ രാജാവായ അർത്തക്ഷഷ്ട രാജാവ് യവനന്മാരെ ആക്രമിച്ചതിന്റെ പകരം വീട്ടുവാൻ പിൽക്കാലത്ത് അവിടെ നിന്നും ഒരു ഭരണാധികാരി ഉപയോഗിച്ചു. അപ്പോൾ ഈ പറയപ്പെടുന്ന ഈ കോലാട്ടുകൊറ്റൻ അതിവേഗതയിൽ വന്നു. ഈ ആട്ടുകൊറ്റന്, അപ്പോൾ ഓർക്കണം, ഈ മൃഗങ്ങൾക്കെല്ലാം ഓരോരോ പ്രത്യേകതകളുണ്ട്. ചിലതിന് ഒന്നിന് 2 കൊമ്പുണ്ടായിരുന്നു. 2 കൊമ്പിൽ ഒന്ന് ചെറുതും ഒന്ന് വലുതും. വലിയ കൊമ്പ് രണ്ടാമത് ഉണ്ടായി. പക്ഷെ ഈ കോലാട്ടുകൊറ്റനെ സംബന്ധിച്ചിടത്തോളം വരുമ്പോൾ ഇതിനെന്തേ ഉള്ളൂ? ഒറ്റ കൊമ്പേ ഉള്ളൂ. ഒറ്റ കൊമ്പ്. ഇനി ആ കൊമ്പിന് എന്ത് സംഭവിച്ചെന്ന് പോയി? 2 കണ്ണുകൾക്കിടയിലാണ് ആ കോലാട്ടുകൊറ്റന്റെ കൊമ്പിരിക്കുന്നത്. അത് വൃത്തികേടാ. അപ്പോൾ എന്ത് സംഭവിച്ചെന്ന് നോക്കി. അടുത്ത വാക്യം. ഓർക്കണം, നിൽക്കി. ആ ഒരു പ്രയോഗം, കോലാട്ടുകൊറ്റന് വളരെ ശക്തിയിലാണ് വന്നത്, വളരെ വേഗതയിലാണ്. വളരെ വേഗതയിൽ ഇങ്ങോട്ട് ഇത് പ്രബലമായി കഴിഞ്ഞപ്പോഴത്തേക്കിന് ഈ കോലാട്ടുകൊറ്റന്റെ കൊമ്പിന് എന്ത് സംഭവിച്ചു? കൊമ്പ് തകർന്നു. അപ്പോൾ എന്താ സംഭവിച്ചത്? ഓർക്കണം, ഇതാരുടെ വരവിനെയായി കാണിക്കുന്നു? മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിയുടെ വരവാണ്. യവന സാമ്രാജ്യത്തിലെ ഏറ്റവും പ്രതാപവാനായിരുന്ന, ശക്തനായിരുന്ന ഭരണാധികാരി. അതിവേഗം 13 വർഷം കൊണ്ടാണ് ലോകരാജ്യങ്ങളെ അദ്ദേഹം കീഴടക്കി. വെറും 13 വർഷം കൊണ്ട്. അത്ര വേഗതയിലായിരുന്നു അലക്സാണ്ടർ. എവിടെ വരെ ചെന്നു? ഇന്ത്യ വരെ ചെന്നു. ഹിന്ദുക്കുഷ് നദി കടന്ന് ഇന്ത്യ, ഞാനൊരു ക്ലാസ്സിൽ പറഞ്ഞാണ്, പോറസുമായിട്ട് അദ്ദേഹം ഏറ്റുമുട്ടിയത്.
അപ്പോൾ ഇന്ത്യയിലെ നാട്ടുരാജാക്കന്മാരുടെ ഭരണമാണ്. ഇവരെല്ലാവരും അലക്സാണ്ടർ മുമ്പിൽ കീഴടങ്ങി. എന്നാൽ ഇന്ത്യയിൽ ചെറുത്തു നിന്ന ഒരു കുരുവംശത്തിലെ പോറസ്, നിങ്ങൾ ഹിസ്റ്ററിയിൽ, ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ഇത് പറയുന്നുണ്ട്, കുരുവംശത്തിലെ പോറസ് എന്ന് പറയുന്ന രാജാവ് മാത്രം എതിർത്തുന്നു, ശക്തമായി എതിർത്തുന്നു, കീഴടങ്ങത്തില്ലെന്നു. അപ്പോൾ അദ്ദേഹം തന്നെ, ഞാൻ ക്ലാസ്സിൽ പറഞ്ഞ ഒന്നുകൂടി 2-3 വാചകത്തിൽ പറഞ്ഞു വിടാം, അദ്ദേഹം തന്നെയാണ് തന്റെ സൈന്യത്തെ നയിച്ചു. കാരണം ജീവൻ മരണ പോരാട്ടമാണ്. ലോകം മുഴുവൻ കീഴടക്കി വന്നിരിക്കുന്ന ശക്തനായ ഒരു അധികാരിയോട് ഏറ്റുമുട്ടുകയാണ്. അപ്പോൾ ജയിച്ചാൽ ജയിച്ചു, തോറ്റാൽ തോറ്റു, ജീവിച്ചിട്ടല്ല പിന്നെ കാര്യമില്ല, രാജ്യം പോയാൽ പിന്നെ ജീവിച്ചിട്ട് കാര്യമില്ല. ശക്തമായി ഈ കുരുവംശത്തിലെ പോറസ് ഒരു ആനപ്പുറത്ത് കയറി അദ്ദേഹം യുദ്ധത്തിന് മുൻപിൽ പോയി, തന്റെ പടയാളികൾ തന്റെ പുറകെ. അപ്പോൾ ആനപ്പുറത്തിരുന്നു കൊണ്ട് അദ്ദേഹം യുദ്ധം നയിച്ചു. യുദ്ധം നയിക്കുമ്പോൾ ആന എങ്ങനെയോ വിരണ്ടു. എന്താ സംഭവം? ആന വിരണ്ടു കഴിഞ്ഞ ഉടനെ രാജാവിനെ വഹിച്ചുകൊണ്ട് ആന ഓടിക്കഴിഞ്ഞപ്പോൾ ഈ പോറസിന്റെ പുറകെ നിന്ന സൈന്യങ്ങൾ വിചാരിച്ചു രാജാവ് എന്ത് ചെയ്യുക, തോറ്റോടുകയാണ്. അവരും തിരിഞ്ഞു. അങ്ങനെ ആ യുദ്ധത്തിൽ പോറസ് പരാജയപ്പെട്ടു. പക്ഷെങ്കിൽ അലക്സാണ്ടർ അതിനെ അംഗീകരിച്ചു. ഞാൻ അതിലേക്ക് വരാം. അലക്സാണ്ടർക്ക് ഒത്തിരി നല്ല ഗുണങ്ങളുണ്ട്. അലക്സാണ്ടർ തന്നോട് ഇത്രയും ശൗര്യത്തോടെ എതിർത്തു നിന്ന ഈ കുരുവംശത്തിലെ പോറസിന്റെ ധൈര്യത്തെ അദ്ദേഹം അംഗീകരിച്ചു. എന്നിട്ട് അദ്ദേഹം മടങ്ങിപ്പോകുന്നതിന് മുമ്പ് ചെയ്ത കാര്യം, ഇന്ത്യയിൽ കീഴടക്കിയതായ നാട്ടുരാജ്യങ്ങളെ മുഴുവൻ ആരെ ഏൽപ്പിച്ചു? പോറസിനെ ഏൽപ്പിച്ചു. നീ ഇവയെല്ലാം ഭരണം നോക്കിക്കോളാൻ പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തെ, കാര്യം അങ്ങനെയുള്ള ധൈര്യമുള്ളവന്മാരെ കാര്യം കൊണ്ട് ഭരണം നടക്കത്തുള്ളൂ, അങ്ങനെ അദ്ദേഹത്തെ ഏൽപ്പിച്ചതായിട്ടാണ് ചരിത്രം. ഞാൻ പറഞ്ഞു വന്നതിന് താല്പര്യം, അതിവേഗം സാമ്രാജ്യം സ്ഥാപിച്ച അല്ലെങ്കിൽ രാഷ്ട്രങ്ങളെ കീഴടക്കി ലോകത്തിലെ ഏറ്റവും വിസ്തൃതമായ ഒരു സാമ്രാജ്യത്തിന് അടിത്തറ പാകിയ ഭരണാധികാരിയാണ് അലക്സാണ്ടർ. അപ്പോൾ ഈ കോലാട്ടുകൊറ്റൻ അതിവേഗം വന്നു. അത് പ്രതാപത്തിലേക്ക് ഇങ്ങനെ വരുമ്പോൾ അതിന്റെ കൊമ്പിന് ക്ഷതം സംഭവിച്ചു. അപ്പോൾ അവിടെ അതിന് മുമ്പിൽ നിൽക്കുവാൻ ആട്ടുകൊറ്റന് ശക്തിയില്ലാതെയായിരുന്നു. അതിനെ നിലത്ത് തള്ളിയിട്ട് ചവിട്ടിക്കളഞ്ഞു. അതിന്റെ കയ്യിൽ നിന്നും ആട്ടുകൊറ്റനെ രക്ഷിക്കുവാൻ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഓർക്കണം, മേദ്യരുടെയും പാർസികളുടെയും ചിഹ്നമായി നിൽക്കുന്നതാണ് ആട്ടുകൊറ്റൻ. അപ്പോൾ കോലാട്ടുകൊറ്റൻ വന്ന് ഇതിനെ ഇടിച്ച് തകർത്ത് നിലത്തിട്ട് ചവിട്ടിക്കളഞ്ഞു. എതിർത്ത് നിൽക്കുവാൻ അതിന് കഴിഞ്ഞില്ല. അതിനെ സഹായിക്കുവാനും ആർക്കും കഴിഞ്ഞില്ല. ആട്ടുകൊറ്റനെ രക്ഷിപ്പാൻ ആരും ഉണ്ടായിരുന്നില്ല. 8-ാം വാക്യത്തിൽ കോലാട്ടുകൊറ്റൻ ഏറ്റവും വലുതായി തീർന്നു, എന്നാൽ അത് ബലപ്പെട്ടപ്പോൾ വലിയ കൊമ്പ് തകർന്നുപോയി. അപ്പോൾ യവന സാമ്രാജ്യം ശക്തി പ്രാപിച്ചു. വളരെ വേഗം യവന സാമ്രാജ്യം ശക്തി പ്രാപിച്ചു. അലക്സാണ്ടറാണ് ഈ നിലവാരത്തിലേക്ക് ഇതിനെ കൊണ്ടുവന്നു. കൊമ്പ്, ആ കോലാട്ടുകൊറ്റന്റെ കൊമ്പ് അലക്സാണ്ടറെ കാണിക്കുന്നതാണ്. ശക്തി പ്രാപിച്ചു വന്നു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും സംഭവിച്ചു? കൊമ്പ് തകർന്നു. അപ്പോൾ ഈ രാഷ്ട്രത്തിന്റെ അഭിമാനമായിരുന്നതായ കൊമ്പ്, അല്ലെങ്കിൽ ഈ സാമ്രാജ്യത്തിന്റെ പ്രതാപമായിരുന്ന കൊമ്പ് അലക്സാണ്ടറെ കാണിക്കുന്നതാണ്. അത് തകർന്നു. എത്ര വയസ്സുണ്ടായിരുന്നു? 33 വയസ്സ് അലക്സാണ്ടറുടെ പ്രായവും. 33 വയസ്സ്. 33 വയസ്സുകൊണ്ട് ലോകത്തിൽ ചലനം സൃഷ്ടിച്ച ഭരണാധികാരിയാണ് അലക്സാണ്ടർ. ഇനി അലക്സാണ്ടറുടെ യവന സാമ്രാജ്യം കൊണ്ടുണ്ടായ ഗുണമെന്ന് പറയുന്നത്, ദൈവിക കാര്യപരിപാടിയിൽ ഒരു വലിയ റോളുണ്ട് അലക്സാണ്ടർ. കാരണം അന്ന് വരെ ലോകത്തിൽ അത്രയും വിപുലമായ ഒരു സാമ്രാജ്യം ഉടലെടുത്തിട്ടില്ല. രാഷ്ട്രങ്ങൾ തമ്മിൽ എപ്പോഴും ശണ്ഠയും കലഹവും വൈരാഗ്യവും യുദ്ധങ്ങളും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ യവന സാമ്രാജ്യം കൊണ്ട് സാധിച്ച കാര്യമെന്ന് പറയുന്നത്, കിഴക്കിനെയും പടിഞ്ഞാറിനെയും തമ്മിൽ യോജിപ്പിച്ച ആളാണ് അലക്സാണ്ടർ. കിഴക്കിനെയും പടിഞ്ഞാറിനെയും രണ്ട് വ്യത്യസ്ത സംസ്കാരങ്ങളെ, രണ്ട് വ്യത്യസ്ത ധ്രുവങ്ങളിലുള്ള രാഷ്ട്രങ്ങളെ ഒന്നിപ്പിച്ച അല്ലെങ്കിൽ സഹകരണത്തിലേക്ക് കൊണ്ടുവന്ന കാര്യം തന്റെ സാമ്രാജ്യം ഇതല്ല. അപ്പോൾ ഈ രാഷ്ട്രങ്ങളെ മൊത്തം ഒരു കുടക്കീഴിലേക്ക് കൊണ്ടുവന്ന ഒരു ഭരണാധികാരിയാണ് അലക്സാണ്ടർ. മാത്രമല്ല, സാധാരണ ഗ്രീക്ക് ഭാഷ അന്നത്തെ പ്രധാനപ്പെട്ട ഭാഷയായി മാറി. ലോകഭാഷയായിട്ട് ഗ്രീക്കിനെ കൊണ്ടുവന്നു. ലോകഭാഷയായിട്ട് ഗ്രീക്കിനെ കൊണ്ടുവന്നതുകൊണ്ട് ലോകത്തിന്റെ എല്ലാ തലങ്ങളിലും ഗ്രീക്ക് ഭാഷയ്ക്ക് പ്രത്യേകമായ അംഗീകാരം കിട്ടി. ആ അംഗീകാരം കിട്ടി നിൽക്കുമ്പോഴാണ്, അതുകൊണ്ട് ഓർക്കണം, പുതിയ നിയമം എഴുതപ്പെടുന്ന ഏത് ഭാഷയിലാണ്? ഗ്രീക്ക് ഭാഷയിലാണ്. അപ്പോൾ ആ ഭാഷ അത്രമാത്രം പ്രചരിച്ചിരുന്നു എന്നുള്ളതാണ്. സംസ്കാരം പ്രചരിക്കപ്പെട്ടു, ഭാഷ പ്രചരിക്കപ്പെട്ടു. അപ്പോൾ ആളുകൾ തമ്മിൽ ബന്ധം കുറച്ചുകൂടി ദൃഢമായി. ലോകരാഷ്ട്രങ്ങൾ തമ്മിൽ, ലോക ജനതകൾ തമ്മിൽ എല്ലാം ബന്ധങ്ങൾ ദൃഢമായി. അതിനെ വേറൊന്ന്, ഇദ്ദേഹം ശത്രുക്കളോട് വളരെ ദയയോടെ പെരുമാറിയ മനുഷ്യനാണ്. ശത്രുക്കളെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് തടവുകാരോട്. ഒരു രാജ്യത്തെ പോയി ആക്രമിക്കുമ്പോൾ
അവിടെ നിന്ന് ലഭിക്കുന്ന അവിടെ കീഴടങ്ങുന്ന പടയാളികൾ അല്ലെങ്കിൽ അവിടെ കീഴടങ്ങുന്ന ജനങ്ങൾ അവരോടൊക്കെ വളരെ ദയോടുകൂടി പെരുമാറിയ ഒരു ഭരണാധികാരിയാണ് ഈ അലക്സാണ്ടർ. അങ്ങനെയല്ല അതിന് മുമ്പുള്ള രാജാക്കന്മാരുടെ ചരിത്രം. അതിനു മുമ്പൊക്കെ ഉള്ള രാജാക്കന്മാർ അടിമകളാക്കി കഴിഞ്ഞാൽ, ഒരു സ്ഥലത്തേക്ക് യുദ്ധം ചെയ്ത് അടിമകളാക്കി കഴിഞ്ഞാൽ അവരോട് തോന്നിയതുപോലുള്ളതായ നിലയിൽ ഇവർ പെരുമാറുമായിരുന്നു. തോന്നിയതുപോലെ രാജാക്കന്മാരുടെ കണ്ണ് ചൂഴ്ന്നെടുത്ത് കളഞ്ഞിട്ടുള്ള സംഭവങ്ങളുണ്ട്. അവരെ കൊണ്ടുവന്ന് അടിമവേല ചെയ്യിക്കുന്ന രീതിയുണ്ട്. എന്നാൽ അലക്സാണ്ടറുടെ ചരിത്രത്തിൽ കാണുന്നത് അലക്സാണ്ടർ കീഴടക്കിയതായ ആളുകളോട്, പടയാളികളോട് അല്ലെങ്കിൽ ഭരണാധികാരികളോടൊക്കെ വളരെ ദയോടുകൂടി അദ്ദേഹം പെരുമാറി എന്നാണ് പറയുന്നത്. മറ്റൊരു സംഭവം അദ്ദേഹത്തെ കുറിച്ച് ചരിത്രകാരന്മാർ പറയുന്നത്, ഈ അലക്സാണ്ടറെ കുറിച്ച് പറയുന്നതിന് കിഴക്കിനെയും പടിഞ്ഞാറിനെയും കൂടെ കൂട്ടി വിവാഹം നടത്തി എന്നാണ് അദ്ദേഹത്തെ കുറിച്ച് ചരിത്രകാരന്മാർ എഴുതിയിരിക്കുന്നത്. കിഴക്കിനെയും പടിഞ്ഞാറിനെയും കൂടെ കൂട്ടി 2 ദിക്കുകളെ കൊണ്ട് വിവാഹം നടത്തിയത് എന്ന് പറഞ്ഞാൽ 2 വ്യത്യസ്തങ്ങളായ രീതിയിലുള്ള ഇടങ്ങളിൽ നിന്നും അലക്സാണ്ടറുടെ മിലിറ്ററിയിൽ ഉണ്ടായിരുന്ന 10,000-ഓളം വരുന്ന ഓഫീസേഴ്സ്, പടയാളികൾ, ആ ഗണത്തിൽപ്പെട്ടവർ മറ്റ് വിഭാഗങ്ങളുമാണ്, അതായത് യവനരല്ലാത്ത ആളുകളുമായിട്ട് അവർ വിവാഹബന്ധം കൂടി. അങ്ങനെ വിവാഹബന്ധം കൂടി കഴിഞ്ഞപ്പോൾ ഈ ഇന്റർ റേഷ്യൽ മാരിയേജും കാര്യങ്ങളും വന്ന് കൾച്ചറലായിട്ടുള്ളതായ ഒരു ധ്രുവീകരണം ഉണ്ടായി എന്നുള്ളതാണ്. ഇതിന്റെ എല്ലാം ഗുണമെന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു ഇതിന്റെ തുടർച്ചയാണ് ഈ റോമൻ ഭരണം. അതായത് ഇതിന് ശേഷമായിട്ട് റോമൻ ഭരണം വരികയാണ്. അപ്പോൾ അലക്സാണ്ടർ തുടങ്ങി വെച്ച കാര്യങ്ങൾ റോമൻ സാമ്രാജ്യം പൂർത്തിയാക്കി. അപ്പോൾ കാലം തികഞ്ഞു എന്ന് പറയുന്ന നിലയിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മനുഷ്യാവതാരത്തിലേക്ക് സമയമാകുമ്പോൾ ദൈവിക പദ്ധതി അനുസരിച്ച് യേശു ക്രിസ്തു മനുഷ്യാവതാരം ചെയ്യാൻ പറ്റിയ സാഹചര്യം ഭൂമിയിൽ ഉണ്ടായിക്കഴിഞ്ഞു. അതിലേക്ക് രാഷ്ട്രങ്ങളെ ഒരുക്കിയതും അല്ലെങ്കിൽ ജനതയെ അതിലേക്ക് കൊണ്ടുവരുന്നതും കാര്യങ്ങളിൽ റോമൻ ഭരണത്തിനും യവന ഭരണത്തിനും വലിയ പങ്കുണ്ട്. ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ അവരെ മടക്കി അയക്കുന്നതിൽ ആർക്ക് പങ്കുണ്ട്? മേദ്യരുടെയും പാർസികളുടെയും പാർസി രാജാക്കന്മാർ പ്രത്യേകിച്ച് അവർക്ക് പ്രത്യേക പങ്കുണ്ട്. അവർക്ക് ദേവാലയം പണിയുന്നതും മറ്റു കാര്യങ്ങളും. എന്നാൽ യേശു ക്രിസ്തുവിന്റെ ജനനത്തോടുള്ള ബന്ധം, പ്രത്യേകിച്ച് റോമൻ ഭരണത്തിന്റെ കാലഘട്ടമായപ്പോഴത്തേക്കിനാണ് പട്ടണങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരുപാട് റോഡുകളുണ്ടായി. അത് നമ്മൾ ഓർക്കണം, അപ്പോസ്തലനായ പൗലോസിന്റെ മിഷണറി യാത്ര എന്ന് പറയുന്നത് അത്രയും വിജയകരമായി എന്ന് പറയുന്നത് വഴികളുണ്ടായിരുന്നുകൊണ്ടാണ്. ശരിയാണ്, പൗലോസ് വളരെ കഷ്ടപ്പെട്ടാണ് മിഷൻ പ്രവർത്തനം നടത്തുന്നത്. എന്നാൽ അന്ന് യാത്ര ചെയ്യാൻ വഴിയുണ്ടായിരുന്നു. ഈ വഴികളെന്ന് പറയുന്നതും രാഷ്ട്രങ്ങൾ കടന്നു പോകത്തക്കാനുള്ളതായ കാര്യങ്ങൾ ഉണ്ടായെന്ന് പറയുന്നതെല്ലാം റോമൻ ഭരണകൂടത്തിലുണ്ടായതാണ്. അപ്പോൾ യേശു ക്രിസ്തുവിന്റെ ജനനമാകുന്ന ജനന സമയത്ത് എന്ന് പറയുമ്പോൾ യേശു ക്രിസ്തുവിനെ ലോകത്തിൽ ജനിക്കുവാൻ പറ്റിയ സാഹചര്യം ഒത്തുവന്നിരുന്നു എന്നുള്ളതാണ്. ആ സാഹചര്യത്തിലാണ് ഇതെല്ലാം ദൈവത്തിന്റെ കാര്യപരിപാടി അല്ലെങ്കിൽ ദൈവത്തിന്റെ പദ്ധതി എന്നുള്ളതാണ്. അപ്പോൾ ആ നിലയിൽ കാര്യങ്ങൾ കൊണ്ടുവന്നതിൽ ഈ പറയപ്പെടുന്ന അലക്സാണ്ടർക്ക് ഒരു പങ്കുണ്ട് എന്നുള്ളതാണ്. നമ്മൾ ഇനി ഈ ഭാഗത്ത് നിന്നുകൊണ്ട് അടുത്ത ഇവിടെ ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, ഈ ആട്ടുകൊറ്റിന്റെയും ഒക്കെ ദർശനങ്ങളുള്ളത് ഇതെല്ലാം ആര് വ്യാഖ്യാനിച്ചു കൊടുക്കേണ്ടി വന്നു? ദൂതൻ. നിങ്ങൾ അവിടേക്ക് നമുക്ക് വരാം. 8-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം വായിച്ചു. ഞാൻ ഈ ദർശനം കണ്ടിട്ട് അർത്ഥമാലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പുരുഷരൂപം മുന്നിൽ നിൽക്കുന്നത് കണ്ടു. ഗബ്രിയേലെ ഇവന് ഈ ദർശനം ഗ്രഹിച്ചു കൊടുക്കുക എന്ന് ഊലായി തീരത്ത് നിന്ന് വിളിച്ചു പറയുന്ന ഒരു മനുഷ്യന്റെ ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ നിന്നിടത്ത് അവൻ അടുത്തു വന്നു. അവൻ വന്നപ്പോൾ ഞാൻ ഭയപ്പെട്ട സാഷ്ടാംഗം വീണു. എന്നാൽ അവൻ എന്നോട്, മനുഷ്യപുത്ര ഗ്രഹിച്ചു കൊടുക്കുക, ഈ ദർശനം അന്ത്യകാലത്തേക്കുള്ളതാവുമെന്ന് പറഞ്ഞു. ഇവിടെ നമ്മൾ നോക്കിയാൽ ദാനിയേലിന് ഈ കണ്ടമായ ദർശനം ഇതിനോട് ചേർത്ത് നമ്മൾ ചിന്തിക്കാനുള്ള നിങ്ങൾക്കും വിട്ടുപോകുന്ന കുറെ വാക്യങ്ങളുണ്ട്. അത് അടുത്ത ക്ലാസ്സിലേക്ക് വരാവും. അതായത് ആഴ്ചവട്ടങ്ങൾ കണക്കും ദിവസങ്ങൾ കണക്കും കാര്യങ്ങളൊക്കെ കൂടെ പറയുന്നു. അപ്പോൾ ആ കാര്യങ്ങളൊന്നും ദാനിയേലിൽ അങ്ങോട്ട് വ്യക്തമായി. ഇതെല്ലാം കൂടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കിന് ദാനിയേൽ ആകപ്പാടെ പരവശനായി. ആ വിഷയങ്ങളെ കുറിച്ച് എങ്ങനെ ചിന്തിക്കുമ്പോൾ ഇതിന്റെ എല്ലാം അർത്ഥം എന്താണെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു പുരുഷ രൂപം ദാനിയേലിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് ഉടനെ ഒരു ശബ്ദം ദാനിയേൽ കേട്ടു. ഊലായി നദീ തീരത്ത് നിന്നുകൊണ്ട് ഒരാൾ വിളിച്ചു പറയുന്നു, ഗബ്രിയേലേ, നീ ഇതിന്റെ എല്ലാം അർത്ഥം ആർക്ക് പറഞ്ഞു കൊടുക്കുക? ദാനിയേലിന് പറഞ്ഞു കൊടുക്കും. അപ്പോൾ പറഞ്ഞു കൊടുക്കുന്ന ആളാരാ? ഗബ്രിയേലാണ്. അപ്പോൾ ദാനിയേൽ പ്രവചനത്തിൽ ഗബ്രിയേലിനെ ഇനി നമ്മൾ കാണും. കാരണം നമുക്കറിയാം, ദൈവസന്നിധിയിൽ നിൽക്കുന്ന ദൂതന്മാരിൽ വേദപുസ്തകത്തിൽ നമുക്കറിയാം
ദൈവത്തിന്റെ സേവകാത്മാക്കൾ എന്നുള്ള നമ്മുടെ സേവകാത്മാക്കൾ എന്നുള്ള നിലയിൽ ദൂതന്മാര് ഒരുപാടുണ്ട്, വളരെയുണ്ട്, അസംഖ്യം ദൂതന്മാർ. പക്ഷെ പേരെടുത്ത് പറയപ്പെട്ടിരിക്കുന്ന ദൂതന്മാരുടെ എണ്ണം കുറവാണ്. അതിൽ ഒന്നാമത് നിൽക്കുന്ന പ്രധാനപ്പെട്ട ദൂതൻ എന്ന് പറയുന്നത് ആര്? മീഖായേൽ. മീഖായേൽ സ്വർഗത്തിന്റെ സൈന്യാധിപനായിട്ടാണ് മീഖായേലിനെ നമ്മൾ കാണുന്നത്. പ്രധാന ദൂതനായ മീഖായേൽ സൈന്യാധിപനും സർവ്വസൈന്യാധിപനായിട്ട് നിൽക്കുന്ന ആളാണ് മീഖായേൽ. ഗബ്രിയേല് സ്വർഗത്തിലെ മെസഞ്ചറാണ്, വാർത്തയും കൊണ്ടുപോകുന്ന ആളാണ്. അപ്പോൾ ന്യൂസ് വാഹിയായിട്ട് അല്ലെങ്കിൽ ദൈവത്തിനൊരു കാര്യം അറിയിക്കുവാൻ മറിയയുടെ അരിക്കൽ വന്നിച്ച് വിഷയങ്ങൾ പറയുന്നത്, യോസേഫിനോട് പോയി കാര്യങ്ങൾ പറയുന്നത്, ഇതെല്ലാം ഗബ്രിയേലാണ്. അപ്പോൾ ഗബ്രിയേലിനെ കൊണ്ടുള്ളതായ കാര്യങ്ങൾ. അപ്പൊ ഇവിടെ ദാനിയേൽ പ്രവചനത്തിൽ നാം പിന്നീട് പഠിക്കാനുള്ള ഭാഗത്തുണ്ട്. ദൈവസന്നിധിയിൽ ദാനിയേൽ എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചിട്ട് എത്ര ദിവസം ഇരുന്നു? 21 ദിവസം ഇരുന്നു. പ്രാർത്ഥന തുടങ്ങിയപ്പോൾ തന്നെ സ്വർഗത്തിൽ നിന്ന് മറുപടി കൊടുത്തു. മറുപടി പക്ഷെ എത്തിയില്ല. ആരുടെ അരിക്കൽ? ദാനിയേലിന്റെ അരിക്കൽ മറുപടി എത്തിയില്ല. കാരണം വാർത്തയുമായി വന്ന ദൂതനെ പാർസി രാജ്യത്തിന്റെ പ്രഭു വഴിയിൽ എന്ത് ചെയ്തു? വഴിയിൽ തടഞ്ഞു. നമുക്കറിയാം, വഴിയിൽ തടഞ്ഞിട്ട് ദൂതൻ എന്ത് ചെയ്തില്ല? ദൂതന് അവനെ കീഴ്പ്പെടുത്താൻ കഴിഞ്ഞില്ല. അവിടെ ഓർക്കണം, സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ വന്ന് ആ ദൂതൻ വാർത്തയ്ക്ക് പ്രാർത്ഥനയ്ക്ക് മറുപടിയുമായി വന്നിട്ട് അവനെ തടഞ്ഞു നിർത്തിയിരിക്കുകയാണ് പാർസി രാജ്യത്തിന്റെ പ്രഭു. അപ്പോൾ ഓർക്കണം, ദൈവികമായ വിഷയങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാർ അല്ലെങ്കിൽ ഈ ലോകത്തിന്റെ വാഴ്ചകൾ ഇവരെന്തുള്ളതാണ്? ശക്തമാണ്. എപ്പോഴും നമ്മൾ ഓർക്കണം, ശക്തി കുറച്ചൊന്നും കാണുന്നുണ്ട്. ഈ ലോകത്തിന്റെ വാഴ്ചകൾ, ഭരണകൂടങ്ങൾ, ഇവയ്ക്കെല്ലാം ശക്തിയുണ്ട്. പക്ഷെ അവയുടെ ശക്തിയെ അതിജീവിക്കുന്ന മറ്റൊരു ശക്തി ഉണ്ടെന്നുള്ളത് വേറൊരു കാര്യം. അത് നമ്മൾ ഓർത്തിരിക്കണം. അപ്പോൾ ഇവിടെ കൊണ്ട് കഥ തീരുന്നില്ല. ദാനിയേലിന്റെ ഒരിക്കൽ പ്രാർത്ഥനയ്ക്ക് മറുപടി എത്താതിരിക്കുവാൻ തടഞ്ഞു നിർത്തിയ സ്ഥലം കൊണ്ട് അവസാനിക്കുന്നില്ല. ഉടനെ അടുത്ത സഹായം എത്തിക്കഴിയുകയാണ്. SOS. അടുത്ത സഹായം അവിടെ എത്തി. അടുത്ത സഹായം എന്ന് പറയുന്നത്, ഗബ്രിയേലെ, നിന്നെ കൊണ്ട് ഈ കാര്യം സാധിക്കുന്നില്ലെങ്കിൽ അടുത്ത ആളുണ്ട്. മിഖായേൽ പുറപ്പെട്ടു. അവിടെ മിഖായേലിനെ ഏൽപ്പിച്ചിട്ടാണ് ആര് പോകുന്നത്? ഇവര് തമ്മിൽ പിടിക്കുന്ന സമയത്ത് ഗബ്രിയേൽ അവിടുന്ന് ദാനിയേലിനെത്തി പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുക്കുന്നതാണ് നാം കാണുന്നത്. അപ്പോൾ വളരെ വ്യക്തമായി ദൈവിക പദ്ധതികൾ പടിപടിയായി നിറവേറുന്നത് നമുക്ക് ഈ ഭാഗത്ത് കാണുവാൻ കഴിയുന്നു. ഇവിടെ ദാനിയേല് ഈ 8-ാം അധ്യായത്തിൽ നമ്മൾ ചിന്തിച്ചു വന്ന ഭാഗത്ത് ആട്ടുകൊറ്റനോടുള്ള ബന്ധത്തിൽ കോലാട്ടുകൊറ്റൻ 2 കൊമ്പുള്ളതായി നീ കണ്ട ആട്ടുകൊറ്റൻ പാർസി രാജാക്കന്മാരെ കാണിക്കുന്നു. 21-ാം വാക്യം, 8-ന്റെ 21-ാം വാക്യം. പരിവരുത്ത ഓക്കെ, ഓർക്കണം. അപ്പൊ ഈ സമയത്ത് എന്ത് നിലവിൽ വന്നിട്ടില്ല? യവന സാമ്രാജ്യത്തെ കുറിച്ചൊന്നും ഒരു മനുഷ്യനൊരു ഊഹവുമില്ല. ഇപ്പൊ ഇത് കാണുമ്പോൾ പോലും ഏത് സാമ്രാജ്യം പോലും വന്നിട്ടില്ല. മേദ്യ പാർസി സാമ്രാജ്യം പോലും വന്നിട്ടില്ല. ബെൽഷസർ ഭരിക്കുന്നു. അപ്പോൾ ബെൽഷസറിന് ശേഷം മേദ്യരുടെയും പാർസികളുടെയും സാമ്രാജ്യം, അവയ്ക്ക് ശേഷം യവന സാമ്രാജ്യം. യവന സാമ്രാജ്യത്തിലെ ഒരുത്തൻ പ്രബലനായിരിക്കും, അവൻ ശക്തനായിരിക്കും. അതിന്റെ കണ്ണുകളുടെ നടുവിലുള്ള വലിയ കൊമ്പ് 1-ാമത്തെ രാജാവും ആകുന്നു. അത് തകർന്ന ശേഷം അതിന് പകരം 22-ാം വാക്യം വായിക്കും. മതി. അപ്പോൾ ഈ കൊമ്പ് തകർന്നു കഴിഞ്ഞപ്പോൾ, അതായത് ഇവിടെ നമ്മൾ കാണുന്നതായ ഈ കൊമ്പ്, ശക്തമായ ഒരു കൊമ്പ്, വലിയ നീണ്ട കൊമ്പ്, ഈ കൊമ്പിന് ക്ഷതം സംഭവിച്ചത് തകർന്നു കഴിഞ്ഞപ്പോൾ അതോടുകൂടി ഈ സാമ്രാജ്യം എന്ത് ചെയ്യുകയാണ്? വിഭാഗിക്കപ്പെടുകയാണ്. എത്രയായിട്ട്? 4 വിഭാഗിക്കപ്പെടുകയാണ്. 4 വിഭാഗിക്കപ്പെടുന്നത് നമ്മൾ ഈ 7-ാം അധ്യായത്തിലെ ദർശനത്തിൽ ദാനിയേൽ കാണിച്ചു കൊടുത്തു. പുള്ളിപ്പുലി വരുന്നു. പുള്ളിപ്പുലിക്ക് 4 തലയുണ്ട്, അതുപോലെ തന്നെ 4 ചിറകുകളുമുണ്ട്. അപ്പോൾ ഈ 4 തലയും 4 ചിറകുമുള്ളതായ ഈ പുള്ളിപ്പുലി യവന സാമ്രാജ്യത്തെ കാണിക്കുന്നതാണ്. ആ യവന സാമ്രാജ്യത്തെ കാണിക്കുന്ന പുള്ളിപ്പുലി ഒരു വിഭജനത്തെ അല്ലെങ്കിൽ ഡിവിഷനെ കാണിക്കുകയാണ്. ഇത് 4 തിരിയും. ഇവിടെ 8-ാം അധ്യായത്തിൽ കുറച്ചുകൂടെ വ്യക്തമായി ദൂതൻ ദാനിയേലിന് പറഞ്ഞു കൊടുത്തു. ഈ കൊമ്പിന് തകർച്ച സംഭവിച്ചതിന് ശേഷം 4 എന്ത് ചെയ്യും? ഇത് 4 വിഭജിക്കപ്പെടും. അപ്പോൾ ആ 4 ഞാൻ ഒരിക്കൽ കൂടെ പറയാൻ മുമ്പൊരു ക്ലാസ് ഞാൻ പറഞ്ഞതാണ്. അവിടെ 4 വിഭാഗിക്കപ്പെടുന്നത് 4
അതായത് അലക്സാണ്ടർ കീഴിലുണ്ടായിരുന്ന 4 പേർക്കായിട്ട് രാജ്യം വിഭാഗിക്കപ്പെട്ടു പോവുകയാണ്. ഒന്നാമതായിട്ട് പലസ്തീനും ഈജിപ്തും പ്രദേശങ്ങൾ ടോളമി എന്ന് പറയുന്ന ആളിന് ലഭിച്ചു. പലസ്തീൻ ആൻഡ് ഈജിപ്റ്റ് ടോളമി എന്ന് പറയുന്ന ആളിന്. സിറിയ എന്ന് പറയുന്നത് സെലൂക്കസ് എന്ന് പറയുന്ന ആളിന് ലഭിച്ചു. ത്രേസ് ഏഷ്യ മൈനർ എന്ന് പറയുന്നത് ലിസിമാക്കസ് എന്ന് പറയുന്ന ആളിന് ലഭിച്ചു. ലിസിമാക്കസ്, ത്രേസ്, ഏഷ്യ മൈനർ. മാസിഡോണിയ, അതുപോലെ തന്നെ ഗ്രീസ്, അതായത് യവന സാമ്രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രം, അത് ആർക്ക് ലഭിച്ചു? കസാൻഡർ എന്ന് പറയുന്ന ആളിന് ലഭിച്ചു. അപ്പോൾ ഇങ്ങനെ 4ആയിട്ട് യവന സാമ്രാജ്യം എന്ത് ചെയ്തു? വിഭാഗിക്കപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ സമയം തിരിയാണ്. അപ്പോൾ ഓർക്കണം, ദൈവത്തിന്റെ പദ്ധതികൾ ദൈവം കാണിച്ചു കൊടുക്കുക, ദാനിയേലിന് കാണിച്ചു കൊടുക്കുമ്പോൾ ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നിയിട്ട് പോലും ഇല്ല എന്ന് പറയുന്നത് പോലും ഇതൊന്നും ഒരു മനുഷ്യനും. നമ്മൾ പുതിയ നിയമത്തിൽ വരുമ്പോൾ ദൈവത്തിന്റെ പദ്ധതികൾ എന്ന് പറയുന്നതിനെ കുറിച്ച് ഞാൻ ചിന്തിക്കുമ്പോൾ അത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല എന്ന് പറയുന്നത് പോലെ ഇവിടെ ഒരുവന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല എന്ന് പറയുന്നത് പോലെ മനുഷ്യൻ ചിന്തിക്കുന്നു, ഓ ഇതൊക്കെയാണ്, ഇതുകൊണ്ടെല്ലാം കാര്യങ്ങൾ അവസാനിക്കും എന്നുള്ളത് ചിന്തിക്കുമ്പോൾ അങ്ങനല്ല. അതിനപ്പുറം ദൈവത്തിനൊരു പദ്ധതിയുണ്ടോ എന്ന് നാം ഓർക്കണം. ബാബിലോൺ സാമ്രാജ്യത്തിലെ നെബൂഖദ്നേസർ വിചാരിച്ചു തന്റെ സാമ്രാജ്യവും തന്റെ ഈ പ്രതാപവും നിലനിൽക്കും, തനിക്ക് ശേഷം തന്റെ മക്കൾ ഇങ്ങനെ എന്നും ബാബിലോൺ സാമ്രാജ്യം നിലനിൽക്കും. അങ്ങനല്ല ഈ ദൈവത്തിന്റെ പദ്ധതി. രണ്ടാമത് മേദ്യരും പാർസികളുടെ വന്നു. അവർ ദൈവത്തിന്റെ ആഗ്രഹപ്രകാരം ദൈവത്തിനു വേണ്ടി പല കാര്യങ്ങൾ ചെയ്തു. പക്ഷെ അവരെയും ഭൂമിയിൽ ശാശ്വതമായി നിലനിർത്തുന്നതല്ല ദൈവത്തിന്റെ പദ്ധതി. അവരുടെ ഭരണാധികാരികളെ കൊണ്ട് ദൈവം ആഗ്രഹിച്ച ചില കാര്യങ്ങളുണ്ട്. യെരൂശലേം പുനഃസ്ഥാപിക്കപ്പെടണം എന്നുള്ളത് ഒരു കാര്യം, ദൈവാലയം അവിടെ പുനഃസ്ഥാപിക്കപ്പെടണം, അതിന് ചുറ്റുമുള്ള മതിൽ കെട്ടുന്നതായ കാര്യം, ഇങ്ങനെയുള്ളതായ പല കാര്യങ്ങൾ നടക്കണമായിരുന്നു. ആ കാലഘട്ടത്തിൽ പേർഷ്യൻ രാജാക്കന്മാരാണ് അതിനാവശ്യമായ എല്ലാ ഒത്താശകളും ചെയ്തു കൊടുത്തു. പ്രവാസത്തിലായിരുന്ന ഇസ്രായേലിനെ മുഴുവൻ അവർ വിട്ടയച്ചു. അവർ കൊണ്ടുവന്ന ദേവാലയത്തിലെ പാത്രങ്ങൾ ഉൾപ്പെടെ സകലതും അവർ കൊടുത്തയച്ചു. അങ്ങനെ ഹൃദയവിശാലത ജാതീയ രാജാക്കന്മാർക്ക് ദൈവം ഒരുക്കി. അതിനുശേഷം യവന സാമ്രാജ്യം വരുന്നു. വളരെ ശക്തമായ സാമ്രാജ്യം എന്ന് പറഞ്ഞാൽ ആദ്യം ഞാൻ പറഞ്ഞില്ല, 13 വർഷം കൊണ്ട് ലോകരാഷ്ട്രങ്ങളെ കീഴ്പ്പെടുത്തി പ്രതാപത്തിലേക്ക് വന്ന സാമ്രാജ്യം. പക്ഷെ 33 വയസ്സായപ്പോൾ ആയുസിന്റെ മധ്യത്തിൽ വെച്ച് ആര് പോയി? അലക്സാണ്ടർ പോയി. ചരിത്രം പറയുന്ന അലക്സാണ്ടർക്ക് ജലദോഷം പിടിച്ചതുപോലെ ഒരു ഇതുണ്ടായതുള്ളൂ, അല്ലാതെ ആരും അദ്ദേഹത്തെ കൊന്നതൊന്നുമല്ല, അസുഖം പിടിച്ച് മരിക്കുകയായിരുന്നു. പക്ഷെ അലക്സാണ്ടർ പറഞ്ഞെന്നാണ് പറയുന്നത്, ഇതൊക്കെ ഞാൻ വായിച്ചും കേട്ടുമൊക്കെ അറിവേനിക്കുള്ളൂ, സത്യമാണോ എനിക്ക് അറിഞ്ഞുകൂടാ. മരിക്കുന്ന സമയത്ത് അലക്സാണ്ടർ പറഞ്ഞത് മുമ്പ് തന്നെ പറഞ്ഞത്, എന്റെ പെട്ടിയുടെ 2 സൈഡിലും എന്റെ കൈകൾ പുറത്തേക്ക് ഇട്ടേക്കണം, ഞാൻ ഒന്നുമില്ലാത്തവനായിട്ട് ഈ ലോകത്തിൽ വന്നു, ഞാൻ ഒന്നുമില്ലാത്തവനായി പോകുന്നു എന്നുള്ളത് അറിയട്ടെ, ലോകം അറിയട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹം മരിച്ചു എന്ന് പറയുന്നു. എന്നാൽ 33 മരിക്കുന്നതിന് മുമ്പ് അലക്സാണ്ടർ ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഇനി അലക്സാണ്ടറുടെ മുമ്പിൽ കീഴടങ്ങുവാനുള്ളതായ സ്ഥലം എവിടെ? പസഫിക് മഹാസമുദ്രമേ, നീ വെള്ളമായതുകൊണ്ട് നിന്നെ ഞാൻ വെറുതെ വിടുന്നു, കടലായതുകൊണ്ട് നിന്നെ ഞാൻ വെറുതെ വിട്ടിരുന്നു, നീ ഒരു കരയായിരുന്നെങ്കിൽ നിന്നെയും ഞാൻ കീഴ്പ്പെടുത്തുമായിരുന്നു എന്ന് പറഞ്ഞ ചക്രവർത്തിയാണ്. 33 വയസ്സായപ്പോൾ കഴിഞ്ഞു. 33 വയസ്സ്. പക്ഷേ ഓർക്കണം, സാമ്രാജ്യങ്ങളെ കൊണ്ടൊക്കെ ദൈവത്തിന് ഓരോ പദ്ധതിയുണ്ട്. അതിനുശേഷമായിട്ട് ഈ റോമൻ സാമ്രാജ്യത്തോട് ബന്ധപ്പെട്ട് നമുക്ക് ചില കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ദൈവമായ കർത്താവ് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. നിങ്ങൾ ഈ ഭാഗങ്ങൾ വായിച്ച് മനസ്സിൽ വീണ്ടും ഓർമ്മയിൽ വെക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ അതുകൊണ്ട് വായന മുടങ്ങരുത്. മറ്റൊരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഈ അടുത്ത ക്ലാസ് മുതൽ നമ്മൾ ഈ വാക്യപ്രതിവാക്യമായിട്ടാണ് പോകുന്നതെങ്കിലും നമ്മൾ ഇവിടുത്തെ ചില വിഷയങ്ങൾ ജസ്റ്റ് 1-2 വാചകങ്ങൾ മാത്രം പറഞ്ഞു പോകത്തുള്ളൂ. കാരണം അതിന്റെ പ്രധാനപ്പെട്ട വിഷയം വെളിപ്പാടില്ല. ഉദാഹരണം പറഞ്ഞാൽ വയോധികനായവനിരുന്നു, അതുപോലെ ന്യായാസനങ്ങളുടെ കാര്യം, പിന്നീട് ആഴ്ചവട്ടങ്ങളുടെ കണക്ക്, അതിന്റെ ആഴ്ചവട്ടങ്ങളുടെ കണക്ക് നമ്മൾ ഈ ക്ലാസ്സിൽ തന്നെ പഠിക്കുന്നത് കൂടുതലായിട്ട്. എന്നാൽ ഭാവിയിൽ വെളിപ്പാട് പുസ്തകത്തിൽ പ്രധാനമായിട്ട് 3-4 ചാപ്റ്ററുകളിൽ പറഞ്ഞേക്കുന്ന കാര്യങ്ങളും 4 അധ്യായങ്ങളിൽ പറഞ്ഞേക്കുന്ന വിഷയം കേവലം 2 വാക്യത്തിലും 3 വാക്യത്തിലുമാണ് ദാനിയേൽ പ്രവചനത്തിൽ പറയുന്നത്. നമ്മൾ അത് ജസ്റ്റ് മെൻഷൻ ചെയ്തങ്ങ് പോവുകയുള്ളൂ. പക്ഷെ ഡീറ്റെയിലായിട്ട് നമുക്ക് വെളിപ്പാട് പുസ്തകത്തിൽ അത് കവർ ചെയ്യാൻ ഒക്കത്തുള്ളൂ. ഇതൊരു ദീർഘദൂര യാത്രയാണ്. അതുകൊണ്ട് നമുക്ക് കൂട്ടായി ഈ യാത്ര ചെയ്യാം. ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. നിങ്ങൾ എന്നെയും കുറിച്ച് പ്രാർത്ഥിക്കുക. ഇത് ഗ്രഹിച്ചതൊന്നും ക്രോഡീകരിക്കുന്ന ചില ബുദ്ധിമുട്ടുള്ള ഒരു പരിപാടിയാണ്. അതില്
അതിലാണ് സമയം ഒത്തിരി വേണ്ടത്. കാര്യങ്ങൾ എല്ലാം കൂടെ ഒന്ന് ശരിയാക്കി കൊണ്ടുവരുന്നതാണ്. നിങ്ങൾ എന്നെ പ്രാർത്ഥനയിൽ ഓർക്കുക, പ്രാർത്ഥിക്കാം.